ഈ മുറിവൈദ്യന്മാർ ആളെ കൊല്ലുന്നു പറഞ്ഞ പോലെയാണ് ഈ പകുതി അറിവ് വെച്ചിട്ട് ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം അപകടമാണ്? സലൂണിലാണ് ഇപ്പം ലേസേഴ്സ് നടക്കുന്നത്. ലേസർ ട്രീറ്റ്മെന്റ്സ് നടക്കുന്നു. അവിടുത്തെ അവർ തന്നെ സജസ്റ്റ് ചെയ്യുവാണ്, ഇന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യൂ, ഇന്ന സിറം യൂസ് ചെയ്യൂ. വിപണിയിൽ മൂല്യമുണ്ടാവണം എന്നുള്ള നിർബന്ധബുദ്ധിയോട് തന്നെ പലപ്പോഴും ഒരു വെൽ പ്ലാൻഡ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഈ കാണുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. സ്കിൻ കെയർ റൂട്ടീനും പ്രൊഡക്ട്സ് ഒക്കെ സ്കാം ആണ് എന്നുള്ള സംഭവത്തിലേക്ക് ആണോ? പലതും സ്കാമാണ്. ഇന്ന പ്രൊഡക്റ്റ് കുറെ കൂടി പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്ന ആവശ്യത്തിൽ ഓഫറുകൾ വരാറുണ്ടോ? റപ്പുമാർ വന്നു കഴിഞ്ഞിട്ട് കാർ ഓഫർ, ഫ്രിഡ്ജ് ഓഫർ ഇതൊക്കെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തല്ലും. ഇതൊക്കെ ഉണ്ട്, which is true. ഏറ്റവും കൂടുതൽ ആവശ്യം പറയാറുള്ളത് ഏത് കാര്യത്തിലാണ്? എല്ലാവർക്കും സ്കിന്നിന്റെ ഈ വെളുപ്പ് ആണ്. അവിടെയാണ് ഗ്ലൂട്ടാഥിനൊക്കെ ഭയങ്കരമായിട്ട് അല്ലെ അതിന്റെ പ്രചാരം. ഗ്ലൂട്ടാഥൈൻ പോലെയാണ് ഇപ്പൊ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്, ഗ്ലാസ് സ്കിൻ. കൊറിയൻ ഇപ്പം ചിലരിപ്പം അത് യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. കൊറിയൻ എന്നൊന്നും യൂസ് ചെയ്യത്തില്ല, ഗ്ലാസ് സ്കിൻ. നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ വേണോ? സ്കിന്ന് നന്നായിട്ടിരിക്കുക, നമ്മൾ കറുപ്പ് വെളുപ്പ് എന്നല്ല, നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആവുക, അവിടെയാണ് ഇമ്പോർട്ടൻസ്. ഡെയിലി കുളിക്കാതിരിക്കുന്ന നല്ലതാണോ? ഡെയിലി ആ വാക്ക് തിരുത്തണം. ഡെയിലി കുളിക്കാതിരിക്കുന്നതല്ല, ഡെയിലി തല തലയാണ് ഉദ്ദേശിച്ച്. ബാക്കിയുള്ളവർക്ക് കുളിക്കുന്നത്, തല നനയ്ക്കാതിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഡെയിലി വാഷ് ചെയ്ത് പോകുന്നു. ഹെയറിനകത്ത് നാച്ചുറലി ഉള്ള സാധനങ്ങളൊക്കെ കഴുകിക്കളയാണ് ചെയ്യുന്നത്. പലതരം ആമ്പിളർക്ക് എന്തിനാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ കൺസൾട്ട് ചെയ്തത് ആമ്പിളർ കൂടിയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഗേൾസിനൊപ്പം നല്ല, ചിലപ്പോൾ ഗേൾസിനൊക്കെ വിപരീതത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺ വന്നു തുടങ്ങി, ചെയ്തു തുടങ്ങി എന്നുള്ള സാധനം. ആണുങ്ങളും കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് മാത്രമാണോ? അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കരമായിട്ട് തന്നെ കുറച്ചുകൂടി കെയർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആണുങ്ങളാണ്. എങ്ങനെ ജനിക്കുന്നു എന്നതിലല്ല, എങ്ങനെ വളരുന്നു അതിൻ്റെ ജീവിതശൈലിയിലാണ് അത്രേ കാര്യം. നമ്മളൊക്കെ ഒരു സൃഷ്ടാവിൻ്റെ ഒരു ചിത്രമാണെങ്കിൽ ആ ചിത്രത്തിലൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മളുണ്ട് എന്നുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അത്തരത്തിലൊരു എഡിറ്ററാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഗതം ഡോക്ടർ മരിയ ഖുർഷിദ്. താങ്ക് യു. എഡിറ്റർ എന്നൊക്കെ വിളിച്ച സമയത്ത് എഡിറ്ററോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചെറിയ എഡിറ്റർ. അതെ അല്ലേ? പക്ഷേ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളുടെ ഒക്കെ ഒരു പിക്ചർ എങ്ങനെയാണ് നമ്മൾ പറയും, ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടിയാണ് എന്ന രീതിയിലേക്ക് പറയും അല്ലേ? പക്ഷെ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളൊരു ടാബിൽ നമ്മുടെ ഒരു പിക്ചർ എടുത്ത് ഇതിലുള്ളൊരു മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ലിപ്സ് കറക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഹെയർ ആയിരിക്കാം, ഐബ്രോസ് ആയിരിക്കാം. ഇതെല്ലാം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലായിരിക്കും ഇതിൻ്റെ ഒരു ഗ്രേഡിങ് സെക്ഷനിലോട്ട് പോവുക. അതായത് ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എങ്ങനെ ഒരു പിക്കിന് എഡിറ്റ് ചെയ്യുന്നു അതേ തരത്തിലോട്ട് മാറി നിങ്ങൾ അല്ലേ എസ്തെറ്റിക് ഫിസിഷ്യൻ എന്നുള്ള രീതിയിലേക്കാണെന്നുണ്ടെങ്കിലും ആൻറ്റി ഏജിങ് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. അപ്പം താങ്കളൊരു എഡിറ്റർ കൂടിയാണ് ഡോക്ടറിനൊപ്പം. ആണ്. വളരെ സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നു. അതിലൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു സോപ്പ്, ഒരു ഷാമ്പു, ഇത് രണ്ടു മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ ട്രയൽ റൂമിൻ്റെ ടേബിൾ ടോപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 പ്രൊഡക്ട്സിലോട്ട് മാറിയിട്ടുണ്ട്. ഇതിന് വലിയ സമയമൊന്നും എടുത്തിട്ടില്ല അല്ലേ? ഈ മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നു? നമ്മൾ പോലും അറിയാണ്ടാണ് ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ഇപ്പോഴും ഒരു സോപ്പും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പലരും അറിഞ്ഞിട്ടില്ല. ഇപ്പം ആണുങ്ങൾ തന്നെ ആയാലും ഇടയ്ക്ക് പേളിമാണി പറയുന്ന പോലെ പുള്ളിക്കാരി യൂസ് ചെയ്യുന്നതും അവിടെ ശ്രീനിഷ് ഒരു ബാത്ത് സോപ്പ് വെച്ചിട്ട് പുള്ളിക്കാരി അത് വെച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള നമ്മളൊക്കെ ഇത് അവർ പോലും അറിയാണ്ടാണ് ഈ മാറ്റം. നല്ലതാണോ എന്ന് ചോദിച്ചാൽ വളരെ നല്ലതല്ലാത്തൊരു മാറ്റമാണ്. ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമാണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നതൊന്നും നല്ലതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ ജോലിയുടെ പാർട്ടാണ്. പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോൾ ഫോളോ ചെയ്യണില്ല, ഞാൻ കഴിക്കണില്ല, ഞാൻ കുടിക്കുന്നില്ല, ഞാൻ എൻ്റെത് അല്ലാത്തൊരു കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇത് ബേസിക്കലി ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും മോർ ഓവർ നമ്മളൊരു ഫ്രണ്ടാണ്. അപ്പം എൻ്റെ അടുത്ത് ഒരാൾ വരിക, എനിക്കൊരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷനാണ് അവരുമായിട്ട് വരുന്നത്. അപ്പം ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അവർക്ക് വേണ്ടാത്തൊരു കാര്യം ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പറയുകയും ചെയ്യത്തില്ല. അതെ, സ്കിൻ കെയർ ഇപ്പോൾ ഭയങ്കര കാര്യമായിട്ട് അല്ലേ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ മുമ്പ് നമ്മൾ കുറച്ചൊരു ശ്രദ്ധ തുടങ്ങുന്നത്, ഭയങ്കര യൂസ്ഡ് ആയത് നമ്മൾ തുടക്കം പല്ലുകെട്ടലായിരിക്കും. സ്കിൻ കെയർ ഒക്കെ കിടക്കുന്നതിലൊക്കെ മുമ്പ് ഞാൻ പറയുന്നത്, ഇപ്പോൾ സ്കിൻ കെയർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള അല്ലേ അതിൻ്റെ അടുത്തിറക്ക് നോക്കിയിട്ട് ശരി കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറയുമ്പോഴാണെങ്കിലും, അതല്ലാത്ത മിഡിൽ ക്ലാസ് ആണെങ്കിലും അല്ലെ ഏത് ലെവലിലുള്ളവരാണെങ്കിൽ പോലും
ഈ പല്ലുകെട്ടിൽ ഭയങ്കര നിർബന്ധമായിട്ട് തുടക്കത്തിലേ ചെയ്തിരുന്നു എന്നുള്ള സാധനം. ഇപ്പൊ അതിനെ സ്മൈൽ ഡിസൈനിങ് അതെ, അതിന് ഒരു കാറ്റഗറി മാറി, സെക്ഷൻ വേറെയൊക്കെ ആയിട്ട് പേരിട്ട് വിളിക്കുന്നത് മാത്രം. അപ്പം ശരിക്കും ഇത് പല്ലുകെട്ടിൽ ഭയങ്കര അനിവാര്യമാണ് എന്നുള്ള സംഭവം. ചിലപ്പോൾ ചെറിയ അതിൻ്റെ ചിലപ്പോൾ ഒന്ന് മാറ്റം വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇത് ഭയങ്കര കമ്പൽസറി ചെയ്യുന്നൊരു സമയമുണ്ട്. നമ്മളൊരു 9th 10th പഠിക്കുന്ന സ്കൂൾ ടൈമിൽ എന്നുള്ള രീതിയിലേക്ക്. അന്നും ഇതേ രീതിയിലേക്ക് സ്കിൻ കെയറിങ് കാര്യങ്ങൾക്കൊക്കെ അനിവാര്യമായിട്ടുള്ള വേണമെങ്കിൽ എടുക്കായിരുന്നു. അന്നൊന്നും ഇല്ലാത്തത് ഇപ്പം കുറേയും കൂടി വന്ന ഒരു പ്രവണത എങ്ങനെ നോക്കി കാണുന്നത് ശരിക്കും? അന്നും ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മൾ പല്ലിൽ കമ്പിടാന്നൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ മഞ്ജു വാര്യറിന്റെ ഒരു ചേറ്റപ്പല്ലുണ്ടല്ലോ, അത് എൻജോയ് ചെയ്യുന്നവരുണ്ട്. എനിക്കിഷ്ടമാണ്. ഓക്കെ, എനിക്കും ഈ പറഞ്ഞ പോലെ ആ ഒരു പല്ലായിരുന്നു, അത് ഒരു ഭംഗിയാണ്. പക്ഷെ ചിലവർക്ക് അത് ഈ പറഞ്ഞ പോലെ വരി വരിയായിട്ടുള്ള പല്ലുകൾ ആണ് ഇഷ്ടം. അതിനെ നമ്മൾ സ്മൈൽ ഡിസൈനിങ് ആയിട്ട് മാറ്റി. അതേപോലെ തന്നെയാണ് സ്കിൻ കെയറും. അന്നും ഈ പറഞ്ഞ പോലെ ഫേസ് വാഷ് ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു ഫാർമസ്യൂട്ടിക്കലി അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി ഇങ്ങനെ കാറ്റഗറീസ് ഒന്നുമില്ല. ഫേസ് വാഷ് ഉണ്ട്, സൺസ്ക്രീൻ ഉണ്ട്, സിറംസ് ഒന്നും അത്രയില്ല. പക്ഷെ ഇതിന്റെ ഒരു വിസിബിലിറ്റി സാധാരണ ആൾക്കാർ മുതൽ എല്ലാവരിലേക്കും എത്തിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക കാറ്റഗറി വഴിയാണ്. ചെറുതും വലുതും അങ്ങനെ ഒരു സാമ്പത്തിക അടിത്തട്ടൊന്നും ഇല്ലാണ്ട് എല്ലാവരിലേക്കും വിസിബിൾ ആയത് സോഷ്യൽ മീഡിയ വഴിയാണ് എത്തിയതെന്ന് പറയുമ്പോഴും അതിന്റെ മാർക്കറ്റിങ്ങിന് കുറെ കൂടി കാരണമായത് സെലിബ്സ് ഇതെങ്ങനെ ഷോർട്ട് പീരീഡിനുള്ളിൽ ഇത്ര ചേഞ്ചസ് ഉണ്ടാവുന്നു എന്നതാണോ അതിന്റെ ഒരു മെയിൻ റീസൺ? അതെ, സെലിബ്രിറ്റീസ് ഈ ഓരോ ബ്രാൻഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബ്രാൻഡ് ഫേസ് ഉണ്ട്. നമ്മളിപ്പോൾ പലരും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു, ഈ ഓൺലൈൻ വഴി ആയാലും സോഷ്യൽ മീഡിയ വഴി. അവർ വെറുതെ പോയി ചൂസ് ചെയ്യും. നമ്മളൊരു സാധനം വെക്കുന്നു, ഒരു സിറം വെക്കണോ, ക്രീം അത് അങ്ങനെ വെച്ചാൽ വാങ്ങൂ ഇല്ല. അതിന് മുന്നിൽ ഇപ്പം എൻ്റെതല്ല, ഒരു സെലിബ്രിറ്റി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ഇവരിത് യൂസ് ആക്കി, ഇവർക്ക് ഇന്നതുണ്ട്, അവിടെയാണ് അത് സെല്ലായി പോകുന്നത്. ഈ മുമ്പ് നമ്മൾ പറഞ്ഞു ഈ പല്ലുകെട്ടിൽ ഭയങ്കരമായിട്ട് നടന്നു പറയുമ്പോൾ ഏകദേശം ഒരു 1.5 വർഷം സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് പൈസ ചിലവുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് മോൾ വളരെ സിമ്പിളായിട്ട് ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 സെറ്റിങ്ങിലൂടെ മാറ്റി കളയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത്രത്തോളം എക്സ്പെൻസീവ് ആയിരിക്കില്ല കമ്പാരിറ്റീവ്ലി. എന്നിട്ട് പോലും ഇതൊന്നും നമ്മൾ കാര്യമാക്കി എടുത്തിരുന്നില്ല. പക്ഷെ ഇത്ര കുറേ സമയം എടുത്തിരുന്ന സംഭവം. അപ്പോൾ ഇത് ആവശ്യകതയാണോ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത് ഭയങ്കരമായിട്ട് ഇത് ആളുകൾ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സമയമാകുമ്പോൾ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധിതരാവുന്നതാണോ? ഏതതിൽ ശരി? ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും ചെയ്യുന്നു, എനിക്കും ചെയ്യണം, ഇതാണ് എനിക്ക് കാണുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ്ലി എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻ്റ്, പുള്ളിക്കാരിക്ക് ഇവിടെ ഒരു വലിയ ബ്ലാക്ക് മോള്. ഓക്കെ, ആളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഫെയർ അല്ലെങ്കിൽ ഡാർക്ക് അങ്ങനെയൊന്നുമല്ല. അത് ആളുടെ മുഖത്ത് എനിക്കൊരു ഭംഗിക്കേടായിട്ട് തോന്നില്ല. മദറാണ് കൊണ്ടുവന്നത്. എന്നോട് ആകെ പറഞ്ഞിട്ടുള്ളത്, മാഡം ഇതെടുത്ത് മാറ്റണം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ശരിക്കും മാറ്റണമെന്ന് ചോദിച്ചു. ഇത് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു. എനിക്കത് അവൾക്ക് ഭംഗിയായിട്ടാണ് തോന്നുന്നത് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ മിററെടുത്ത് കൊടുത്തു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് കാണുമ്പോഴൊന്നും പ്രശ്നമില്ല, പക്ഷെ എല്ലാവരും പറയണു, അതുകൊണ്ട് ഞാൻ നമുക്ക് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത് മതി. ഇത് തന്നെയാണ് എല്ലാവരും ചെയ്തു പോകുന്ന കുറേ ട്രെൻഡ്. എങ്കിൽ പിന്നെ ഞാനും ചെയ്തേക്കാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഹാപ്പി ആയാൽ തീരാവുന്നതേ ഉള്ളൂ. നമുക്കത് തോന്നണം, ഓക്കെ നമ്മളിത് ബോധർ ചെയ്യുന്നുണ്ട്, വേണ്ട, അപ്പം എടുത്ത് നമുക്ക് ഈ പറഞ്ഞ ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. അല്ലാണ്ട് എല്ലാവരും ചെയ്യുന്ന കണ്ട് ഫോളോ ചെയ്യാൻ നിൽക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ളവരെ കണ്ണിലെ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ കുറേ കൂടി നാച്ചുറൽ അല്ലാത്ത രീതിയിലൂടെ പോകുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ സോപ്പും ഷാമ്പും തുടങ്ങി വെച്ചെന്ന് പറഞ്ഞു. ഈ സോപ്പിനെ ഇത് ആണുങ്ങൾ ഉപയോഗിക്കാവുന്ന സോപ്പാണ്, പെണ്ണുങ്ങൾ ഉപയോഗിക്കേണ്ട സോപ്പാണ് എന്ന വേർതിരിവുകളൊന്നുമില്ല. ഒരു സോപ്പ് അങ്ങ് ഷോപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ അച്ഛനും അമ്മമാരെ. അപ്പോൾ ഇതങ്ങ് ഉപയോഗിക്കാന്നുള്ള സംഭവമാണ്. ഇത് മാറ്റി സ്കിൻ കെയർ പ്രൊഡക്ട്സിലോട്ട് വരുന്ന സമയത്ത് ഇതിന് ഭയങ്കരമായിട്ട് വേർതിരിവ് വന്നിട്ടുണ്ട് എന്നുള്ള സംഭവമാണ്. ഒരു ഫാന്റസിയാണ്. ഫാന്റസി, അതെ. ഒരു കട്ടിയുള്ള ഒരു സോപ്പ് യൂസ് ചെയ്ത് നമ്മൾ നല്ല ബോട്ടിലിൽ വന്ന് ലിക്വിഡായിട്ട് അത് വന്നു, അതിനൊരു ലൂഫ വന്നു, അതൊക്കെ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഗിമിക്ക് പോലെയാണ്. നമുക്ക് ട്രൈ ചെയ്യാൻ ഒരു ടെൻഡൻസി ആൾക്കാർക്ക് ഉണ്ട്. ഇത് ശരിക്കും കുറേയും കൂടി ഇതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമാണോ ഇത്? കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് റിയലൈസ് ചെയ്യണം, അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ കുറേയും കൂടി ഒരു പ്രൊഡക്റ്റിന് നിങ്ങളിതങ്ങ് വാങ്ങി ഉപയോഗിച്ചാൽ മാത്രം പോരാ, ഇത് ഉപയോഗിക്കേണ്ട അതിൻ്റെ കാറ്റഗറി കൂടിയുണ്ട് എന്നുള്ളത് തിരിച്ചറിയിപ്പിക്കുമ്പോൾ കുറേയും കൂടി വിശ്വാസ്യത കൂടും, അല്ലേ? ഇത് ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ളൊരു ആഡാണ് ഇത്. അതിൽ വീണ് പോണതല്ലേ സത്യം? അതെ അതെ. ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും ഒരു ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ടാൽ അവർ പ്രോഡക്റ്റിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഫ്രീക്വൻ്റ്ലി വരുന്ന ഇപ്പം DM ഒക്കെ ചെയ്യുന്നവർ ചോദിക്കുന്ന, ഡോക്ടറെ അവരൊരു വീഡിയോ അയച്ചു തരും, ഇത് എനിക്ക് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു, ഒരു സാധനം, ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇപ്പം ഹെയറിനായാലും സ്കിന്നിനായാലും
ഓരോരുത്തർക്കും ഓരോ ജീൻസ് ഉണ്ട്, അവരുടെ സ്കിന്ന് വേറെ ആയിരിക്കും. ഇതേപടി തന്നെയാണ് ഹെയറിനും ഡിഫറൻസ് ഉണ്ട്. സ്കിന്നിന് മാത്രമല്ല, ഓയിലി, ഡ്രൈ, സെൻസിറ്റീവ് ഹെയറിനും ഉണ്ട്. അപ്പം ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈല്, അവർ കഴിക്കുന്ന ഫുഡ്, അവരുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ഹെയർ ടൈപ്പ്, ഇതൊക്കെ വെച്ചിട്ട് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്. എല്ലാവർക്കും പറ്റുന്നതൊന്നും അല്ല. ഒരാൾ അത് പ്രൊമോട്ട് ചെയ്യുന്നു, അത് മേ ബി അവർക്കത് ഓക്കെ ആയിരിക്കാം. ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ധാരണക്കുറവ് പലപ്പോഴും ഉണ്ടോ ഇപ്പം ചെയ്തോണ്ട്? പക്ഷെ ഇത് ഇപ്പൊ കുറച്ച് അത് കയറി വരുന്നുണ്ട്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നു, അപ്പോൾ ചിലപ്പോൾ എനിക്കിത് പറ്റില്ലായിരിക്കും, അപ്പോൾ ഒന്ന് ചോദിച്ചേക്കാം, ഒരു ഡോക്ടറിനോട് ചോദിക്കാം, അങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ കുറച്ച് കാലം മുന്നേ വരെ ആ ഒരു ബ്രാൻഡ് ഫേസ് ഒരു പ്രോഡക്റ്റ് അവർ യൂസ് ചെയ്ത് നോക്കി, എനിക്കിത് ഓക്കെയാണ്, അവർക്കത് വേണമെന്ന് പോലും പലർക്കും അറിയില്ല. പക്ഷെ ആൾക്കാർ കുറച്ചും കൂടെ അവെയർ ആയിട്ട് വരുന്ന, വിച്ച് ഇസ് ഹാപ്പി തിങ്. എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്നത് ഡോക്ടറിനേക്കാൾ ഉപരി നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ ഡോക്ടേഴ്സ് ആവണം. അതാണ് പ്രശ്നം തോന്നുന്നു അല്ലേ? എല്ലാവർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഫ്രീ കൺസൾട്ടൻസി നടത്താനും ചുറ്റും ആൾക്കാരാണ്. അതായത് ചിലപ്പോൾ അവർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടാവായിരിക്കാം. അപ്പോൾ അവർ തന്നെ സ്വമേധയാ ഡോക്ടേഴ്സ് ആവുന്നുണ്ട്. നിൻ്റെ ഇതാണ് സ്കിൻ, ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ, ഞാൻ പറയാൻ വെച്ചാൽ അങ്ങനെയാണ്, ഇപ്പം തന്നെ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും. ഇതിലങ്ങ് വീണ് പോകും. കാരണം ഒന്നാമത് ചെയ്ത ആൾക്ക് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിരിക്കും, ഇത് ചെയ്യാൻ പോകുന്ന ആൾക്ക് അത് കിട്ടിക്കോളണമെന്നൊന്നുമില്ല, ചത്തു എന്ന് പറഞ്ഞ പോലെ. ഈ മുറിവൈദ്യന്മാർ ആളെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ പകുതി അറിവ് വെച്ചിട്ട് ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം അപകടമാണ്? നല്ലോണം അപകടമാണ്. നമ്മളെ വീട്ടിലൊരു സോഫ മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു കറി പൗഡർ മേടിക്കുന്നു, ഇത് ഈ ലാഘവത്തോടു കൂടി ഒരിക്കലും നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ ട്രീറ്റ് ചെയ്യരുത്. ഓക്കെ, ഒരു അഡ്വൈസ് കൊടുത്താൽ ഇത് സാധനം നല്ലതാണ്, നീ യൂസ് ചെയ്യുക, ഇതല്ല. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്കത് വേണോ, നമുക്കത് നമ്മുടെ ബോഡി എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ, സ്കിൻ എന്താണെന്നുള്ളത്. ചിലപ്പം അത് കുറച്ചും കൂടെ പഠിച്ചൊരു ഡോക്ടറിന് അറിയായിരിക്കും. അങ്ങനെ നോക്കിയിട്ട് എപ്പോഴും അത് ചൂസ് ചെയ്യുക. പിന്നെ ആൾക്കാർ പറയുന്നതാണ് ഈ ഓരോ ഡോക്ടർമാരും ഓരോന്നാണല്ലോ പറയുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ഡോക്ടർമാർക്കും ഓരോ ചികിത്സാ രീതിയുണ്ട്. പനി വന്ന് ഡയറക്റ്റായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നവർ ചിലവരുണ്ട്, ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് 2 ദിവസം പാരസെറ്റമോളൊക്കെ കൊടുത്ത് നോക്കി ചെയ്യുന്നവരുണ്ട്, പിന്നെ പ്രോപ്പറായിട്ട് അങ്ങനെ പല രീതിയുണ്ട്. ഓരോ ഡോക്ടർമാരുടെയും, നമുക്ക് തന്നെ ഓരോ ചിട്ടയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പം ഇത് പറയുന്ന ഡോക്ടർമാർക്കുണ്ട്, അത് ഓരോ ഡോക്ടേഴ്സിൻ്റെയും ഒരു രീതിയാണ്, അതങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുക. പക്ഷെ നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കണം നമുക്ക് എന്താണ് വേണ്ടത്. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, ഒരു സാധനം നമ്മൾ എടുക്കുന്നു, നമുക്കിത് വേണോ വേണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. വേണം എന്നുണ്ടെങ്കിൽ ഓക്കെ, എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാം, ഏതാണ് വേണ്ടത്, എന്നിട്ടാണ് ഏതാണ് വേണ്ടതിലേക്ക് പോകേണ്ടത്. ഈ ചുറ്റുമുള്ള ഈ ഒരു മുറിവൈദ്യന്മാർ ഭയങ്കര പ്രശ്നമാണ്. സലൂണിൽ വരെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും നല്ല ബുദ്ധിമുട്ടുണ്ട്. സലൂണിലാണ് ഇപ്പം ലേസേഴ്സ് നടക്കുന്നത്, ലേസർ ട്രീറ്റ്മെൻറ്റ്സ് നടക്കുന്നു. അവർ തന്നെ സജസ്റ്റ് ചെയ്യുവാണ്, ഇന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യൂ, ഇന്ന സിറം യൂസ് ചെയ്യൂ. നമുക്ക് അവർ മേക്കപ്പിനെ പറ്റി അവർക്ക് പറയാം. ഓക്കെ, അവരുടെ പ്രൊഫഷനാണ്. ഈ സിറം, ഈ കാര്യങ്ങളൊക്കെ അത് പഠിച്ചവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. എനിക്കിപ്പോൾ ഒരിക്കലും ഒരു മേക്കപ്പിനെ പറ്റി അതിനെപ്പറ്റിയോ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. അത് നമ്മൾ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മളതൊരു മനസ്സിലാക്കണം. എന്തിനാണ് ഇപ്പോൾ വലിയൊരു ഡോക്ടറിൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടൊരു കൺസൾട്ടേഷൻ കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വീട്ടിലിരുന്നാൽ നമുക്കൊരു ഡോക്ടറിനെ കിട്ടും എന്നുള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സലൂണിൽ വരുന്ന സംഭവം ചെയ്യും, നമ്മൾ ഈ പച്ചക്കറി കടയിൽ മലഞ്ചരക്ക് കൊടുന്ന് വയ്ക്കുക എന്നുള്ള സംഭവം പറയും. അതായത് ഏതായാലും ആളുകൾ പച്ചക്കറി കടയിൽ വരുന്നുണ്ട്, എന്നാൽ ഇതിൻ്റെ ഒപ്പം ഈ സാധനം കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അതുകൂടെ വാങ്ങി പോവാം എന്നുള്ളൊരു ബിസിനസ് തന്ത്രം എന്ന് പറഞ്ഞ പോലെ എന്തായാലും ഇവിടെ വരും. ഇതിൻ്റെ ഒപ്പം കുറച്ച് പ്രൊഡക്ട്സ് കൂടെ, ഇത് ഇന്നൊരു ഐറ്റം ഉണ്ട്, വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കിക്കോ, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിർബന്ധിക്കില്ല എന്നുള്ളൊരു സാധനം അടിച്ചിടും, സ്വാഭാവികമായിട്ട് വാങ്ങും. ഞാനിവിടെ വരുന്നുണ്ട്, ആ വന്നതിലൊരു വിശ്വാസത അവിടെ നേടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം സൈഡ് ബിസിനസ് പോലെ ഇത് നടക്കും ചെയ്യുന്നത്. ഇത് ഭയങ്കരമായിട്ടത് ചൂഷണം ചെയ്യാന്നുള്ള തലത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഈ പലപ്പോഴും ഡോക്ടറിനെ കാണുന്നത് ഒരു പേഷ്യൻ്റ് അതിൻ്റെ ഒരു രോഗവിമുക്തിക്ക് വേണ്ടിയിട്ടായിരുന്നു പറയും അല്ലേ. പക്ഷെ നിങ്ങളെ കാണുന്നതിൽ 2 തരമുണ്ട്. ഒന്ന്, അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായിട്ട് അതിന് ഒരു സൊല്യൂഷൻ എന്നോളം എത്തും. രണ്ടാമതൊന്നുണ്ട്, ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ആദ്യമേ തന്നെ ഒരു മുൻകരുതൽ പോലെ ചെയ്ത് തുടങ്ങണം എന്നുള്ള രീതിയിലേക്ക്. ഏതാ കൂടുതലും കൂടി ആളുകൾ എത്തുന്നതും ആരാണ്? ഏറ്റവും കൂടുതൽ നല്ലത് ഏതാണ്? ഏറ്റവും കൂടുതൽ നല്ലത് ഈ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു കാര്യം വരുന്ന ഈ മുടി കൊഴിച്ചിൽ കഷണ്ടിയിലേക്ക് മാറുന്നതിന് മുന്നേ ഒരു സ്റ്റാർട്ടിങ് തന്നെ മുടി കൊഴിയുന്നുണ്ട്, അത് അപ്പം തന്നെ എന്തുകൊണ്ട് കൊഴിയുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അതങ്ങനെ അങ്ങ് പോകുന്നതാണ്. ഇപ്പം പക്ഷെ ആൾക്കാർ അങ്ങ് വെച്ചിരിക്കും. ഒരു ചെറിയ മുഖത്തുള്ള പാടായിരിക്കും, വെച്ചിരുന്ന് അല്ലെങ്കിൽ തന്നെ അതങ്ങ് മെനഞ്ഞ് അത് കൂടും.
ഓക്കെ. ഏറ്റവും നല്ലത് നമുക്കൊരു ചെറിയ സംഭവം ഉണ്ട്, ആദ്യമേ അത് ട്രീറ്റ് ചെയ്ത് പോവാം. ശരിക്കും നമ്മുടെയൊക്കെ വണ്ടിക്ക്, കാറ്, ബൈക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ചെറിയൊരു പ്രശ്നം, അതിലെ സൗണ്ട് കരകരപ്പ് കേട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഉടനടി സർവീസ് സെൻറ്ററിൽ കൊടുക്കും. ചിലപ്പോൾ മുറുക്കാനോ കാര്യങ്ങളുണ്ടാവുള്ളൂ, അത് ക്ലിയർ ചെയ്ത് വരും. പക്ഷേ അത്രയും പോലും നമുക്ക് കുറേ സിംറ്റംസ് കാണിച്ചാൽ പോലും നമ്മളിത് വെച്ചുകൊണ്ടിരിക്കും. അത്രയും പോലും വാല്യൂ പലപ്പോഴും നമ്മളുടെ സ്വന്തം ശരീരത്തിന് കൊടുക്കുന്നില്ല എന്ന് തോന്നി പോകാറുണ്ടല്ലേ? ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ വണ്ടി എടുക്കണോ, എന്തൊരു ഒരു പ്രശ്നം ഉണ്ടായി, ഒരു സൗണ്ട് കേൾക്കണം, നമ്മൾ എന്തുകൊണ്ട് അത് അപ്പം തന്നെ ക്ലിയർ ചെയ്യുന്നു? നമുക്കിപ്പോൾ ഒരു യാത്ര പോകണം, ദൂരെ പോകണം, പകുതിക്ക് വെച്ച് ഇതെങ്ങാനും നിന്ന് പോയാൽ എന്ത് ചെയ്യും? അതല്ലേ അതെ, ആ പേടി. പക്ഷെ നമ്മുടെ സ്വന്തം ജീവന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഇതിലോ ഇല്ല എന്നുള്ള സംഭവമാണ്. തന്നെയാണ് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഉത്തരവും. ഓക്കെ. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പ് പറയാറുണ്ട്, മരുന്നുകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കേണ്ടത്, അതായത് രോഗം ഏറ്റവും കൂടുതൽ വരേണ്ടത് മരുന്ന് കമ്പനിക്കാരുടെ ആവശ്യമാണ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ പലപ്പോഴും ഇത്തരം പ്രൊഡക്റ്റുകൾ വിപണിയിൽ മൂല്യമുണ്ടാവണം എന്നുള്ള നിർബന്ധബുദ്ധിയോട് തന്നെ പലപ്പോഴും ഒരു വെൽ പ്ലാൻഡ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയുന്നത് അത് അവെയർ ആയിരിക്കും, നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണത്. ഓക്കെ, ഈ കാണുന്നതൊന്നുമല്ല, ഇത് നമുക്ക് വേണോ വേണ്ടയോ, ഇതൊക്കെ മാർക്കറ്റിംഗ് ആണ് എന്നുള്ളത്, ഈ കാണുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണും, ഇപ്പോൾ സൺസ്ക്രീനിൻ്റെ കാര്യത്തിലൊക്കെയും വരിക, ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ എടുത്തിട്ട് നയൻതാരയുടെ ടോവിനോൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോൾ കൂടുതലും കാണുന്നൊരു സംഭവം അറിയില്ലേ, അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരെ എപ്പോഴും ടാൻ അടിക്കുന്നതോ അല്ലെങ്കിൽ മുമ്പത്തെ ഫോട്ടോ ചിലപ്പോൾ അത് എഡിറ്റ് അല്ലാതെ റോ പിക്ക് ചിലപ്പോൾ ആയിരിക്കും പറയാൻ പറ്റില്ല. ഇത് പിക്ക് വെച്ചിട്ട് ഈ വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റം കണ്ടോ, ഇതുപോലെ നിങ്ങൾക്കും ആവണോ, സ്കിൻ മാറ്റണോ എന്ന് വെച്ചിട്ട് കാണുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ പരസ്യങ്ങളിലും നമ്മൾ കാണുന്ന പോലെ ഫേസ് വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് മാർക്കറ്റിങ്ങിന് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇവരിതാണോ, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പില്ല എന്നുള്ള സാധനം. അപ്പോൾ ഇത് വീണ് പോകുന്നത് ശരിക്കും ഈ അട്രാക്ട് ചെയ്യപ്പെടുന്നത് തന്നെ ഒരു ഫേക്ക് അല്ല, സ്കാം അല്ല ഇത്. അതെ, നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ കാണുന്നു, ഇവര് വരുന്ന സമയത്ത് മേ ബി ഇത് ഫസ്റ്റ് ഫിലിം ആയിരിക്കും, ഫസ്റ്റ് ആയിരിക്കും ഇവർ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പം അവരന്ന് വരെ ഉണ്ടായിരുന്ന അവരുടെ ലൈഫ് സ്റ്റൈലല്ല പിന്നെ അങ്ങോട്ട് പോകുന്നത്. അവരന്ന് വരെ അവരെ കെയർ ചെയ്ത രീതിയിലാവില്ല അവർ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പം ടോവിനോ ആയാലും, ടോവിനോയുടെ ഫസ്റ്റ് ഫിലിം ആയാലും, നയൻതാരയുടെ ഫസ്റ്റ് ഫിലിം ആയാലും, അപ്പോൾ ഉള്ള ഒരു ഫസ്റ്റ് ഫിലിമും ഇപ്പോൾ നോക്കുമ്പോഴും ഇറ്റ്സ് എ ലോങ് ജേർണി. ഓക്കെ, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറി, അവർ തന്നെ മാറി, അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു ചേഞ്ചും അവരിലുണ്ട്. നമ്മൾ ഈ സെലിബ്രിറ്റീസിനെ എങ്ങനെ ശ്രദ്ധിക്കുന്നതെന്നറിയാവോ? കുറേ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു, അയ്യോ ആളാകെ മാറി, എങ്ങനെ ഇരുന്നതാ, അപ്പോഴാണ് ഈ കുറച്ച് ആൾക്കാർ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും എടുത്തിട്ട് വരണം. അതൊരു ലോങ് പ്രോസസ്സാണ്, കൺസിസ്റ്റൻ്റ് ആണ്. ഈ മുഖത്ത് ചെയ്യുന്നത് മാത്രമല്ല, വർക്കൗട്ട് വരും, അവർ കഴിക്കുന്ന ഫുഡ് വരും. മുന്നേ അവർ കഴിച്ചിരുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, അവർക്ക് മനസ്സിലായി ഇത് അവരുടെ പ്രൊഫഷനാണ്, നമ്മൾ പറയുന്ന പോലെ നിൽക്കണം. ആ പ്രൊഫഷനിലാകുമ്പോൾ അവരങ്ങനെ കെയർ ചെയ്യും. ആ ഒരു കെയർ ചെയ്ത് അവരങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതിൻ്റെ എൻഡ് റിസൾട്ടാണ് ഇന്ന് കാണുന്നത്. ഉണ്ട്. ശരിക്കും പ്രൊഡക്ട്സിനാണോ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൺസിസ്റ്റൻസിക്കാണോ? ഏതാണ്? രണ്ടും. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു സാധനം ഒരാഴ്ചയെ പറ്റുള്ളൂ എങ്കിൽ ഒരു കാര്യമില്ല, അത് എത്ര നല്ല പ്രോഡക്റ്റ് ആയാലും കാര്യമില്ല, എത്ര രൂപയായാലും ഇതില്ല. പക്ഷെ കൺസിസ്റ്റൻസിയാണ് ലോങ് റണ്ണിലേക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം പറ്റും. ഈ പലപ്പോഴും സ്കിൻ കെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും, ഇപ്പോൾ സീറോ ആണെങ്കിലും മറ്റെന്താണ് ഉപയോഗിക്കുന്ന സമയത്ത് ഈ പിമ്പിൾ വരുന്ന സമയത്ത് ഇതെൻ്റെ സ്കിന്നിന് പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് ഇത് മാറ്റി വെക്കാറുണ്ട്. ഇത് സ്കിന്നിന് യൂസ്ഡ് ആക്കുകയാണോ വേണ്ടത്, അതോ നിർത്തി മറ്റൊരു പ്രോഡക്റ്റിലേക്ക് മാറുകയാണോ വേണ്ടത്? ആദ്യം സ്കിന്നിന് ടൈം കൊടുക്കുക. ഈ പറഞ്ഞ പോലെ അലർജിയൊക്കെ ഉണ്ടാവും, അത് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന സാധനമാണോ എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്താം. ഓക്കെ, എന്നിട്ട് ഒരു സാധനം നമ്മുടെ ബോഡിയായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ടൊരു സമയം വേണമല്ലോ. എന്ന് വെച്ചാൽ ഭയങ്കര റിയാക്ഷൻ വരുന്ന ടൈം നോക്കിയിരിക്കാനല്ല, കുറച്ച് ടൈം കൊടുക്കുക. ആൾക്കാർക്ക് എന്താ പറയുക, ധൃതിയാണ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്ത് നാളെ എനിക്ക് റിസൾട്ട് വേണം, ആ ഒരു തന്നെ കൊലച്ചിട്ട് വരണം. ആ ഇൻസ്റ്റന്റ് ആ ഒരു മെന്റാലിറ്റി മാറിയാൽ മതി. ടൈം കൊടുക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കണം, ചിലർ നല്ല മെലിഞ്ഞിട്ടായിരിക്കും, ഡയറ്റ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ നല്ല വണ്ണം ഉള്ളവരായിരിക്കും. അടുത്ത ആഴ്ച ഞാൻ പോയി 10 കിലോ 5 കിലോ കുറയ്ക്കണമെന്ന് വെച്ചാൽ നടക്കുമോ? ഇതൊക്കെ തന്നെയാണ് സ്കിന്നെന്ന് പറയുന്നത്. വലിയ ഒരു മാജിക് ആയിട്ടോ അങ്ങനെ സാധനമൊന്നും അല്ല. എന്ത് കാര്യത്തിനും കൺസിസ്റ്റൻസി വേണം. നമുക്കത് ലോങ് റണ്ണിലേക്ക് പറ്റില്ല. ഒരു 5000 രൂപയുടെ സിറം എപ്പോഴും പറ്റാത്ത ഒരാളാണ്, ഒരു തവണ മേടിക്കും, 2 തവണ മേടിക്കും, പിന്നെ പോയി അത് 500 മാറും. അതിനേക്കാളും അവന് 500 രൂപയുടെ ഒരു കപ്പാസിറ്റി ഉള്ളൂ, അതേ ഉള്ളൂ എങ്കിൽ തെറ്റൊന്നുമില്ല, 500 രൂപയ്ക്കും ഉണ്ടല്ലോ. പറ്റുന്ന വെച്ചാൽ ലോങ് റണ്ണിലേക്ക് നമുക്ക് എന്ത് കാര്യം കൊണ്ട് ചെയ്യാൻ പറ്റും അത് മാത്രം ചെയ്യാം. ഓക്കെ. ഈ പലപ്പോഴും ആണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത് വന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, ഇഷ അംബാനിയുടെ ആണെങ്കിൽ പോലും, അല്ല ഒന്നും ഉപയോഗിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട കുറേ പോസ്റ്റുകൾ വന്നു, സ്കിൻ കെയർ റൂട്ടീനുകളും പ്രോഡക്ട്സ് ഒക്കെ സ്കാം ആണ് എന്നുള്ള സംഭവത്തിലേക്ക്. ആണോ?
പലതും സ്കാമാണ്. പലതും ഈ ഇഷ അംബാനിയുടേതായാലും ഞാൻ അതാ പറഞ്ഞത്, അവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കഴിക്കുന്ന പോലെ അവർക്ക് ഫുഡിൽ തന്നെ വർക്കൗട്ടിൽ തന്നെ ഒരുപാട് പ്രാധാന്യമുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ സ്കിന്ന് നന്നായിട്ടിരിക്കുക എന്ന് പറയുമ്പം സ്കിന്നിൻ്റെ പുറത്തൊരു സാധനം തേക്കാതെ അവിടെ തന്നെ ഇരിക്കുക, അങ്ങനെയല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഈവൻ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതുവരെ ഇപ്പം രോഹൻ ഇരിക്കുന്നു, രോഹൻ ഭയങ്കര ടെൻഷനാണ്, ഞാൻ ഭയങ്കര ഒരു റുട്ടീനൊക്കെ തന്നു അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിന്ന് മെയിൻ, പക്ഷെ ആ ടെൻഷൻ ഉണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അറിയാൻ പറ്റും, ഫേസിൽ അറിയാൻ പറ്റും, ഇല്ലയോ? ഇതൊക്കെ തന്നെയാണുള്ളത്. ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ അതാ പറയുന്നത്, സ്കിൻ കെയർ മാത്രമല്ല, ഓവറോൾ നമ്മുടെ ഒരു വെൽ ബീയിങ്, വർക്കൗട്ട് വരും, നമ്മുടെ നല്ല ഭക്ഷണം, നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, മെൻ്റൽ പീസ്, മെൻ്റൽ ഹെൽത്ത് എല്ലാം കൂടെ വരും. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു പരസ്യത്തിൽ അങ്ങനെ തിരുത്തൽ വേണ്ടിയിരിക്കുന്നു. അതായത് ഇവർ ഇത്ര സമയം കൊണ്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അതനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഫുഡ് അല്ലേ, അതിൻ്റെ ഒരു റൂട്ടീൻ കംപ്ലീറ്റ് മാറണം, അതേ രീതിക്കുള്ള ലൈഫ് കൂടെ കൊണ്ടുപോകാൻ കൂടി പറ്റണം എന്നുള്ളതുണ്ട്. ഈ പലപ്പോഴും ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് സ്കിൻ കെയർ അല്ലേ, ആന്തരികമായിട്ട് നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ്സ് ആണെങ്കിലും മറ്റേലോട്ടും നമ്മൾ കടക്കാറില്ല. ഒരു പക്ഷേ കൂടുതൽ ഈ പുറത്ത് ചെയ്യുന്ന ഏതാ കുറേയും കൂടി അനിവാര്യം, കുറേ കൂടി നല്ലത് ഏതാ? ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഞാനിപ്പം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ കൂടുതലും അവർ ന്യൂട്രീഷനിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ചിലർ ഈ ഡോക്ടർ എന്താ ചെയ്യുക, നമ്മളപ്പോൾ അമേരിക്കക്കാരെ പോലെ വേണം, അങ്ങനെയല്ല. നമ്മൾ നല്ല ശീലങ്ങൾ എവിടെ കണ്ടാലും അത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്നുണ്ട്, മുന്നേ വരെ ഈ ന്യൂട്രീഷണൽ കറക്ഷൻ ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കേണ്ട, ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ഈ കൊളാജൻ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് ട്രെൻഡ്. അതൊക്കെ ആക്ച്വലി നമ്മുടെ ബോഡിക്ക് ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് വേണ്ട സമയങ്ങളുണ്ട്. അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു ഹെയറിൽ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഗ്രോത്ത് ഫാക്ടർ, PRP, GFC. മുടി കൊഴിഞ്ഞോ, ഈ സലൂണിലൊക്കെ ഒരു കാലത്ത് പോയിട്ട് ബൊട്ടോക്സി അല്ലെങ്കിൽ സ്പായൊക്കെ ചെയ്യുമല്ലോ മുടിയിൽ, അതുപോലെയാണ് ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട്, ഡോക്ടറെ ഭയങ്കര മുടി കൊഴിച്ചില്ല, എനിക്കൊന്ന് ഹെയറിൽ GFC ചെയ്താൽ കൊള്ളാം, PRP ചെയ്താൽ കൊള്ളാം. അതായത് കൺസൾട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. മറ്റേ നമ്മൾ ഈ ഫാർമസിയിൽ പോയിട്ട് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ പോയിട്ട് മെഡിസിൻ എടുക്കും. അപ്പോൾ എന്താ ആവശ്യം, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അത് എന്താ വേണ്ടതെന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല, അതൊക്കെ ആദ്യമേ തീരുമാനിച്ചു വരുവാണ്. അതെ. അപ്പം അതാ പറഞ്ഞത്, അവർ തന്നെ പറയുന്നുണ്ട് PRP ചെയ്താൽ മതി, GFC ചെയ്താൽ മതി എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ അത് ചെയ്യാം, പക്ഷേ ഇനിയും മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനിയും വന്ന് ചെയ്യാൻ ആദ്യം വേണ്ട വെച്ചാൽ റൂട്ട് കോസ് കണ്ടുപിടിക്കുക. ഒരു മുടി എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരു ചെടീനെ പോലെയാണ്, അതിൻ്റെ വേരുറയ്ക്കണം. പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ വേരുറയ്ക്കണമെങ്കിൽ നമ്മുടെ ബ്ലഡിനകത്തുള്ള കുറേ വാല്യൂസ് ഉണ്ട്, വൈറ്റമിൻ ഡി, സിങ്ക്, മഗ്നീഷ്യം, ഇതൊക്കെ ഡെഫിഷ്യൻ്റ് ആണ്. സ്റ്റിൽ നമ്മൾ പോയി GFC ചെയ്യുന്നു, PRP ചെയ്യുന്നു, ഒരു കാര്യമില്ല. എത്ര തവണ നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ റൂട്ട് ഫിക്സ് അല്ല, അല്ലെങ്കിൽ റൂട്ട് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ മുടി വളരില്ല, മുടി പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ അതെന്ന് വെച്ചാൽ അവിടെ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ് ചെയ്യണം, ഓറലി കഴിക്കുക, അങ്ങനെയാണ് വരുന്നത്. അതാണ് പറഞ്ഞത്, ഓറലി ഉള്ള അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പലപ്പോഴും നമുക്ക് കിട്ടുന്ന രൂപത്തെ ജനറ്റിക്സ് ആയിട്ട് അല്ലേ അങ്ങനെ കണക്ട് ചെയ്യണം, നമ്മുടെ വംശ പാരമ്പര്യത്തെ കണക്ട് ചെയ്ത് അതേ രീതിയിലേക്കാണ് കിട്ടുന്നത്, അത് അച്ഛനമ്മയിൽ നിന്നാണെന്നൊക്കെ പറയുന്നത്. നമുക്കിത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിൽക്കാലത്ത് നമ്മൾ തന്നെ എഡിറ്ററോ അല്ല മറ്റൊരു എഡിറ്ററിൻ്റെ സഹായമോ തേടുന്നൊരു സമയത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് ചോദിച്ചു തുടങ്ങിക്കോട്ടെ, ഇത് ശരിക്കും അനിവാര്യമാണോ, നമ്മുടെ എന്താണോ നമ്മൾക്ക് കിട്ടിയത് അത് അതിലൂടെ പോകുന്നതാണോ നല്ലത്? ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണത്. അവർക്ക് ഈ ഒന്നും ഉള്ളി ഭയങ്കരമായിട്ട് എടുക്കരുത്. നമുക്ക് എല്ലാവർക്കും നമ്മളെ നന്നായിട്ട് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു പരിധി വരെ അത് ഓക്കെ. അയ്യോ ഇത് എനിക്ക് ഇന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഭയങ്കര മെൻ്റലി എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറരുത്. ഈ അധികമായാൽ അമൃതം വിഷം, ആ ഒരു ഇതാണ്. എല്ലാം വേണം നമുക്ക്. ഈ പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നത് നമ്മൾ ഭയങ്കര ഇതായിട്ട് പോകില്ലല്ലോ, നമ്മൾ പ്രസൻറ്റബിൾ ആയിട്ടല്ലേ പോകുന്നത്. അതുപോലെ തന്നെയുള്ളൂ, എല്ലാം വേണം. അല്ല ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം വേണം ഒരു പരിധി വരെ. ഓക്കെ, ഇതുവരെ നമ്മൾ സംസാരിച്ചു. ഇനി ഞാൻ ഡോക്ടറായി കണ്ട് സംസാരിക്കട്ടെ. ഓക്കെ, വന്നു ഒരു ഫസ്റ്റ് പേഷ്യൻ്റായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ടാണോ തുടങ്ങേണ്ടത്, അതോ നമ്മളുടെ എന്താണോ കൺസേൺ എന്നറിഞ്ഞിട്ടാണോ തുടങ്ങേണ്ടത്? എങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു ആരംഭം? ഓക്കെ, ഞാൻ ആദ്യം എന്താണ് കൺസേൺ, അത് ഫുള്ള് കേക്ക് അവരെ എനിക്ക് തോന്നുന്നു നമ്മൾ കേക്കാണ് വേണ്ടത്. ഈ ഒരു ഫീൽഡിലെ എല്ലാ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയാമോ, പൊതുവേ ആൾക്കാർ വരുന്ന അവരെ
കേട്ടിരിക്കാൻ ഒരാൾ ഓക്കെ. ലിറ്ററലി നിങ്ങൾ ഒരേ സമയം സൈക്കോളജിസ്റ്റ് കൂടിയാണ് അല്ലേ? ഇപ്പം നമ്മൾ ഈ സ്കിന്നിൻ്റെ ഈ ഒരു എസ്തെറ്റിക് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും കൂടുതൽ പലരും സൈക്കോളജിസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇത് സ്കാമാണ്, ഈ സ്കാമിൽ പെട്ടുപോയവരുണ്ട്. അപ്പം മെയിനായിട്ടും അതിൽ നിന്ന് തന്നെ കുറേ കോംപ്ലിക്കേഷനും കാര്യങ്ങളും അവരെ തന്നെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇത് അവരെ റിക്കവർ ചെയ്തെടുക്കണം, വിഡ്രോ ചെയ്തെടുക്കണം. ചിലർ ഈ പറഞ്ഞ സ്റ്റിറോയിഡ് ഒക്കെ ഉണ്ടല്ലോ, ഇതിങ്ങ് ലോങ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്കറിയാം അത് മോശമാണെന്ന്. എന്നോട് പറയുന്ന പോലെ ഡോക്ടർ നിർത്താൻ പറ്റുന്ന ഈ വിഡ്രോവൽ പോലെ നിർത്താൻ പറ്റില്ല. വൺസ് ഇതിന്റെ അകത്ത് ഇന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാടാണ്. നമ്മളിപ്പോൾ കാരണം ഈ സ്റ്റിറോയിഡ് എന്നൊക്കെ പറഞ്ഞ വൈറ്റനിങ് ക്രീംസ് നമ്മൾ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ടും ഫെയർ ആയി. വൺസ് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇരുളും. ആ സ്റ്റേജ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതെ, ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് വേണം താനും, എന്നാൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാനും പാടില്ല എന്നുള്ളതാണ്. അതാ പറഞ്ഞ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒന്നും നല്ലതല്ല, ഒന്നുമല്ല. നമ്മൾ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന എപ്പോഴും നല്ലതല്ല എന്നൊക്കെ പറയുമല്ലോ, എല്ലാം അതുപോലെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ല, വിച്ച് ഈസ് നോട്ട് ഗുഡ്. ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ ചോദിക്കും. ഇപ്പോൾ ഈ പലപ്പോഴും നമുക്ക് കഴിക്കുന്നതാണെങ്കിലും ഓറൽ എടുക്കുന്ന ടാബ്ലറ്റ് ആണെങ്കിലും ഫുഡ് ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു പേടി ഉണ്ടാവും, ഇത് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു പേടി ഉള്ളിലോട്ടുണ്ടാവും. നമ്മൾ കഴിക്കുന്നില്ലേ എന്നുള്ളത്. പക്ഷെ മറിച്ച് നമ്മുടെ പുറത്ത് സ്കിന്നിൽ ചെയ്യുന്ന കാര്യങ്ങളോ ക്രീമോ ബാക്കി ഓയിലോ സിറും എന്താണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ ഈ ഒരു പേടി ഉണ്ടാവാറില്ല. ശരിക്കും ഈക്വലി നമുക്ക് എന്താണ് ഓറൽ എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ദേഹത്ത് പൊട്ടുന്ന കാര്യത്തിലും ഈ പേടി ഉണ്ടാവേണ്ടേ? ശരിക്കും പേടി ഉണ്ടാവണം, പക്ഷെ അത് ഉണ്ടാവാറില്ല, പലർക്കും ഉണ്ടാവാറില്ല. ഏറ്റവും നമ്മൾ ഈ ഉള്ളി കഴിക്കുന്നതിന് കളി പുറത്തൊരു സാധനം തേക്കുന്നുണ്ട്, പുള്ളിപ്പോവും. അയ്യോ പുള്ളി പോവില്ലെന്നെങ്കിലും കാണില്ല. അത് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റന്റ് റിസൾട്ട് പോലെ ഇൻസ്റ്റന്റ് പൊള്ളലാണ്. അത് പേടി ഉണ്ടാവണം. ആ ഒരു പേടിയാണ് എല്ലാവർക്കും മിനിമം ആ ഒരു പേടിയെങ്കിലും വേണം എല്ലാവർക്കും. വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ സ്കിൻ ടൈപ്പ് അറിയണം. ഇത് അതിൻ്റെതായിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ഇന്ന ടൈപ്പാണ്? ഒരുവിധം നമുക്ക് മനസ്സിലാവും. നമ്മുടെ സ്കിൻ ഇപ്പോൾ ഭയങ്കരമായിട്ടും വലിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്കിൻ ഒരുവിധം ഡ്രൈ സ്കിൻ ആണ്, ഭയങ്കര എണ്ണമയമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഓയിലി സ്കിൻ ടൈപ്പാണ്. ചിലവർക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ചെയ്താൽ അപ്പം തന്നെയും സ്കിന്ന് റെഡ് ആവും. ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സെൻസിറ്റീവ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് ഒരുവിധമൊക്കെ നമുക്ക് തന്നെയും മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഉണ്ട്. ഈ പലപ്പോഴും ഇങ്ങനെ സ്കിൻ ടൈപ്പ് അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ പ്രൊഡക്റ്റിലോട്ട് കിടക്കുക അല്ലേ? ഈ പ്രൊഡക്ട്സ് പറയുന്ന സമയത്ത് രണ്ട് രീതിയിലേക്ക് കൂടുതലായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ഈ കമ്പനികളുടെ തന്നെ പ്രൊഡക്ട്സ് എല്ലാം ഈ റൂട്ടിൽ ഉപയോഗപ്പെടുത്തുക. ചിലർ പറഞ്ഞിട്ടുണ്ട് ഇന്നതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്, സിറം നല്ലതാണ്, ഇനി അപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ഐ ക്രീം ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോ. ഇതിങ്ങനെ മാറിയിട്ടൊരു 4-5 കമ്പനികളുടെ ബെസ്റ്റ് പ്രൊഡക്ട്സും പറയും. ഇതിലെന്താ വസ്തുത ശരിക്കും? 4-5 കമ്പനിയുടെ ബെസ്റ്റ് പ്രോഡക്ട്സ്. ഓരോ കമ്പനിക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ഭയങ്കര ഒരു ഹൈപ്പുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതിൽ തന്നെ നല്ല വൈറ്റമിൻ സി എന്നോട് ചോദിക്കും. നമ്മൾ സിപ്ല കമ്പനി എല്ലാവർക്കും ഒരുവിധം അറിയാം, സിപ്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വൈറ്റമിൻ സി ഭയങ്കര നല്ല വൈറ്റമിൻ സി ആണ്. വേറെ വല്ലതും ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ പറയത്തില്ല. ഓരോ ഇതിനകത്തും നമ്മളിപ്പോൾ ഒരു കടയിൽ പോലും അവിടെ ചിലത് നല്ലതായിരിക്കും എന്നറിയാം, ചിലത് നല്ല. പക്ഷെ അവിടെ തന്നെ നിങ്ങൾക്ക് ഉള്ള ഫാർമസ്യൂട്ടിക്കലും കൊമേഴ്ഷ്യലും നിങ്ങൾ കൃത്യമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വേണം ചൂസ് ചെയ്യാൻ. എൻ്റെ ചോദ്യം, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അത് നല്ലതായിരിക്കും, ആ നല്ല പ്രൊഡക്റ്റ് ആ വ്യക്തിക്ക് നല്ലതാവണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡക്റ്റ് നല്ലതായിരിക്കും. ചില ഡ്രസ്സ് നമ്മൾ ഈ ഒരു ട്രോൾ വരുമല്ലോ, നമ്മൾ മിന്ത്രയിൽ നിന്നും ആമസോണിൽ നിന്നും ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യും, റിയാലിറ്റി സെയിം തന്നെയാണ്. നമുക്കത് വേണ്ടായിരിക്കും. സംഭവമൊക്കെ നല്ലതായിരിക്കും, പക്ഷെ നമുക്കത് വേണ്ടായിരിക്കും. ഉണ്ട്. എനിക്ക് എക്സ്പെക്ടേഷൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കണേന്ന് തോന്നുന്നു. സിറം ഈ സ്നെയിൽ മ്യൂസിന് അല്ലെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ ചിലവർ ബ്രാൻഡ് ചെയ്യുമ്പോഴേക്കും അതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ കാണുന്ന ഭയങ്കര ഗ്ലാസ് സ്കിന്നാണ്. ആൾക്കാരുടെ മൈൻഡിൽ പിന്നെ ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് സ്കിന്നേ ഉള്ളൂ. അതാണ് മാർക്കറ്റിംഗ്. അത് വെച്ചിട്ടാണ് അത് ചൂസ് ചെയ്യണത് കൂടുതലായിട്ടും എന്നുള്ള സംഭവം. അപ്പൊ ഞാൻ നേരത്തെ സോഷ്യലിലേക്ക് തന്നെ വരാം. അങ്ങനെ വന്നു, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നല്ലതാണ്, ഇതെല്ലാവർക്കും നല്ലതായിക്കോളണം എന്ന് നിർബന്ധമില്ല എന്നുള്ള പോലെ. അതേപോലെ തന്നെ ഇപ്പൊ അവരുപയോഗിക്കുന്ന കാര്യങ്ങളിൽ നിന്നുണ്ടെങ്കിൽ പോലും ഈ റൂട്ടീനിൽ ഇതിടയ്ക്ക് വെച്ച് മാറ്റുന്നത് പ്രശ്നമാണോ? ഇല്ല, പ്രൊഡക്റ്റ് ഇല്ല മാറ്റുന്നത്. നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യം വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ലൈഫ് ലോങ് മുഴുവനുള്ളതല്ല. നമ്മളെ ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറും, സ്കിന്നിൻ്റെ കണ്ടീഷൻ മാറും. നാട്ടിൽ യൂസ് ചെയ്ത ഒരാൾക്ക് ദുബായി പോയിട്ട് ആ പ്രോഡക്റ്റ് പറ്റില്ല. അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ അവൻ്റെ സ്ട്രെസ്സ്, ഇതൊക്കെ ബാധിക്കും. അപ്പം അതിനനുസരിച്ചിട്ട് പ്രോഡക്റ്റ് എപ്പോഴും സീസൺ അനുസരിച്ചിട്ട് പ്രോഡക്റ്റ് ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക, സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ക്ലൈമറ്റ് അനുസരിച്ചിട്ട് സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, സ്ട്രെസ്, ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ആളുകൾ?
ഇപ്പം ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇപ്പം ഉണ്ട്. ഒരു കാലത്ത് അങ്ങനെ എനിക്കറിയാവുന്നവര് 10 വർഷമായിട്ട് ഒരേ സാധനം തന്നെ ഞാൻ കഴിഞ്ഞ 10 വർഷമായി ഡോക്ടർ ഇത് യൂസ് ചെയ്യുന്നത്, എനിക്കിതല്ലാതെ മാറ്റാൻ പറ്റില്ല, ഇത് എൻ്റെ സ്കിന്നിന് പറ്റുള്ളൂ. ഓക്കെ. ഈ ചെരുപ്പിട്ട് നടന്നവന് ചെരുപ്പിടാതെ നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. ചെരുപ്പിടാത്തവന് അവൻ കല്ലും മുള്ളും പ്രശ്നമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ നടക്കുന്ന അല്ലേ, അത്രയും ഏജ് ആയിട്ടുള്ള ആളെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിലത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇത് സ്കിന്ന് ഭയങ്കരമായിട്ട് അതിനോട് ഡിപ്പെൻഡഡ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇതില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാവും ഇനി നിങ്ങൾക്ക് ഇതില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിലോട്ട് മാറുന്നില്ലേ? ഉണ്ടോ റിയ? സത്യമാണോ? ഉണ്ട്. കാരണം ഈ പറഞ്ഞ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ആൾക്കാർ റാൻഡമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഇൻസ്റ്റൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് മെർക്കുറി വരും, ഈ ലെഡ് വരും, അങ്ങനത്തെ കുറേ സ്റ്റിറോയിഡ് ആയിട്ടുള്ള കണ്ടന്റ് വരും. ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ ഭയങ്കരമായിട്ടും ഈ പറഞ്ഞ ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ്. ഓവർ നൈറ്റ് മാജിക് ഒക്കെ പലതും കാണിക്കും. മൂന്നാമത്തെ ദിവസം അവൻ്റെ ഈ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ വിത്ത് പഴയ സ്കിൻ അവനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ആൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പ്രശ്നമാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു മുൻകരുതൽ വേണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ട് കാര്യങ്ങൾ വേണമെന്ന് എങ്ങനെ നിർദ്ദേശിക്കാറുള്ളത്? എന്തൊക്കെ പ്രൊഡക്റ്റ് ബേസിക് ആയിട്ട് ഞാൻ പറയുന്നത്, ഉള്ളി കഴിക്കാനുള്ള വെള്ളമൊക്കെ മര്യാദയ്ക്ക് കുടിക്കുന്നത്. ഞാനിപ്പോൾ എന്തൊക്കെ തന്നാലും വെള്ളം നീ കുടിക്കുന്ന ഞാനൊന്നും തരാമോ? വെള്ളം കുടിക്കാൻ മടിയുള്ള കുറേ പേരുണ്ട്. ഒരു 2-3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കുക. ബേസിക് ആയിട്ട് നമുക്കൊരു ഫേസ് വാഷ്, സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടൊരു ഫേസ് വാഷ്, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ എത്ര വേണ്ടു മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറം ടോണറൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേണ്ട. അതില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ടിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കൺസേണും സ്കിന്നും ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ കൺസേൺ അനുസരിച്ച്, അതിനനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ പോലും ഈ ഒരു 10, 15, 5-6 ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ 3 സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ, ഈ 3 സാധനം അത്യാവശ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചും നിങ്ങൾക്ക് പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ ഇത് മാത്രം കൊണ്ട് നിൽക്കാം. ഉണ്ട്. ഈ ഐറ്റം വെച്ചു പലർക്കുള്ള ഒരു പ്രശ്നമാണ്. ഞാനൊരു 5-6 പ്രൊഡക്ട്സ് വാങ്ങി, പക്ഷേ ഇതിൻ്റെ ഇടുന്നതിൻ്റെ ഒരു ഓർഡർ, ഇതിൻ്റെ ലെയർ ഏതൊക്കെ തരത്തിലാണ്, ഇതോടെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതങ്ങ് ഇത് അപ്ലൈ ചെയ്താൽ മതിയോ എന്ന് ചിന്തിക്കുന്നുണ്ട്. സിറം പോലത്തെ ഒരു സാധനവും ക്രീം പോലത്തെ ഒരു സാധനവും രണ്ടും യൂസ് ചെയ്യണം. ഇപ്പോൾ സിറം യൂസ് ചെയ്യുന്ന അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. സിറം വെള്ളം പോലെയാണ്, അത് നമ്മുടെ സ്കിന്നിൽ റോ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അബ്സോർവ് ചെയ്യുന്നത്. ഒരു ക്രീം എപ്പോഴും അതിനുശേഷം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അത് അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് അതിന് പ്രാധാന്യമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ ഓർലെടുക്കുന്ന പോലെ ഇത് എന്തായാലും അകത്തോട്ടുള്ളിലോട്ടൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പം പിന്നെ എങ്ങനെ കഴിച്ചാൽ എന്താണെന്ന് ചിന്തിക്കുന്നവരെന്ന് പറഞ്ഞ പോലെ ഇത് എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ പോകുന്ന ഫേസിലോട്ടാണ്. പക്ഷെ ഇതെങ്ങനെയാണ് എന്ന് പ്രൊഡക്ട്സ് വാങ്ങി പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് ഒരു ചോദ്യം കൂടെ. ഈ പലപ്പോഴും നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈ മരുന്ന് കമ്പനിക്കാരുടെ കാര്യം എന്ന് പറഞ്ഞ പോലെ ഇത് ഡോക്ടർ എഴുതി കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ട് പല ഓഫറുകളും വരാറുണ്ട് ഡോക്ടേഴ്സിന്, അല്ലേ? പല വാഗ്ദാനങ്ങളും വരാറുണ്ട് എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചില സംഭവങ്ങൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് കിടക്കുന്ന പോലെ. അതെ. അപ്പം അതേപോലെ തന്നെ ഇന്ന പ്രൊഡക്റ്റ് കുറേ കൂടി പ്രൊമോട്ട് ചെയ്യപ്പെടണം എന്ന ആവശ്യത്തിൽ ഓഫറുകൾ വരാറുണ്ടോ? ഉണ്ട്. ഞാൻ എൻ്റെ ഓൾറെഡി പ്രൊഫൈലിനകത്ത് ഉണ്ട്, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത്. പക്ഷേ സ്റ്റിൽ ഡോക്ടർ ഈ ഒരു സംഭവം ഇതുണ്ട്, നമുക്കൊന്ന് കൊളാബ് ചെയ്താലോ ഈ ഒരു പ്രൊഡക്റ്റ് ഇല്ല. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഹോൾ മീഡിയ നിങ്ങൾ എടുത്താൽ തന്നെ ആർക്ക് നോക്കിയാലും കാണാം ഒറ്റ പ്രൊഡക്റ്റ് പോലും ഞാൻ കൊളാബ് ചെയ്ത് പോയിട്ടില്ല. ചില പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ പറയും, പക്ഷെ അത് പേഴ്സണലി എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടും ഓക്കെ ആയി നമുക്ക് അത്രയും ട്രസ്റ്റ് ഉള്ളതായിരിക്കും പറയുന്നത്. അത് ഒരിക്കലും ആ കമ്പനിയായിട്ടോ എനിക്കായിട്ടോ ജന്മം കൊണ്ടൊരു ബന്ധം ഉണ്ടാവില്ല. മുമ്പ് കിട്ടും മറ്റേ റപ്പുമാർ വന്നു കഴിഞ്ഞിട്ട് കാർ ഓഫർ, ഫ്രിഡ്ജ് ഓഫർ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ തല്ലും. ഇതൊക്കെ ഉണ്ട്, വിച്ച് ഈസ് ട്രൂ. ഇത്ര പ്രൊഡക്ട്സുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള സംഭവം കൊണ്ട് ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എഡിറ്ററായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വാക്കിനെ തിരിച്ച് ഞാൻ എടുക്കുകയാണ്, കടമെടുക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ വന്ന് ഏറ്റവും കൂടുതൽ ആവശ്യം പറയാറുള്ളത് ഏത് കാര്യത്തിലാണ്? എല്ലാവർക്കും സ്കിന്നിൻ്റെ ഈ വെളുപ്പ് ആണ്, വൈറ്റനിങ്. ഈ നമ്മൾ പലപ്പോഴും ഈ കറുപ്പിനേഴഴുക എന്ന് പറഞ്ഞാൽ പോലും ഈ സ്കിൻ കെയറിനെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വെളുക്കുകയാണ് എന്നുള്ളൊരു ധാരണയിലോട്ട് മാറിയിട്ടുണ്ടല്ലേ? വെളുക്കുകയാണെന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു വലിയൊരു തെറ്റ്. ഓക്കെ. അത് നമ്മളിപ്പോൾ ഒരുപാട് വാർത്ത കേൾക്കുന്നുണ്ടല്ലോ, ന്യൂസ് കേൾക്കുന്നുണ്ട്. പെൺകുട്ടികളെ കല്യാണം കഴിച്ചേക്കുന്നു, അവിടെ ഇത് സംഭവിക്കുന്നു, അത് സംഭവിക്കുന്നു, ഭംഗിയില്ല. ഞാൻ പല വീഡിയോസും കാണാറുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് ഇപ്പോൾ മരിക്കാൻ പോകുന്നതിന് മുന്നേ ആയിരിക്കാം പലരും കാണുമ്പോൾ അവർ പറയും ഇതൊന്നും അല്ല പ്രതീക്ഷ, എനിക്ക് ഭംഗിയില്ല, എനിക്ക് കളറില്ല.
നമ്മൾ ഒന്ന് ആലോചിക്കണം, ഒരാളുടെ ജീവൻ പോകുന്ന ആ ഒരു രീതിയിൽ വരെയും ജീവൻ വരെ ആപത്താവുന്ന രീതിയിലാണ് ഈ കളറിൻ്റെ ഡിസ്ക്രിമിനേഷൻ വരുന്നത്. എന്തിന്? വെളുത്തതെല്ലാം ഭയങ്കര ഭംഗിയായിട്ടിരിക്കുമോ? എന്താ കറുപ്പിന് എന്താ പ്രശ്നം? ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, എനിക്ക് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ടീച്ചറാണ് ഉണ്ടായിരുന്നത്. ഭയങ്കര ഈ ഡാർക്കാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണെന്ന് പറഞ്ഞാൽ അവരുടെ സ്കിന്ന് ഡാർക്കാണ്, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കളർ, നല്ല ഭംഗിയുള്ളൊരു കളർ, സ്കിന്ന് നന്നായിട്ടിരിക്കുക. നമ്മൾ കറുപ്പ് വെളുപ്പ് എന്നല്ല, നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആവുക, അവിടെയാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ. ഈ പലപ്പോഴും പക്ഷേ ഈ സ്കിൻ കെയർ ചെയ്യുന്നത് തന്നെ കുറേ കൂടി വെളുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ള സാധനം. ശരിക്കും ഈ കരുതലും അല്ലെങ്കിൽ ഈ സംരക്ഷണം വേണ്ടത് ശരിക്കും എന്താ? സ്കിൻ നല്ലതായിട്ടിരിക്കുന്നതിന് വെളുക്കാന്നല്ലല്ലോ അർത്ഥം. അതെ, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതല്ല. സ്കിൻ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിന്ന് വെളുക്കാൻ, പിഗ്മെൻറ്റേഷൻ ടാനിങ് പോകണം. ഓക്കെ, നിങ്ങൾ നന്നായിട്ടിരിക്കുന്നു സ്കിന്ന്. രോഹൻ ഇപ്പം ഈ കളറിലിരിക്കുന്നു, ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ എവിടെയെങ്കിലും പോയി ട്രിപ്പ് പോയി എൻ്റെ അടുത്ത് വരുന്നു, ഡോക്ടറെ കറുത്തു പോയി, അത് പറയുമ്പോൾ ടാനിങ് ആണ്, അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് വെളുക്കണമെന്നല്ല രോഗം പറയുന്നത്. ടാൻ റിമൂവൽ അത് വിച്ച് ഈസ് ഓക്കെ. നമ്മൾ ഇതായിപ്പോയി, പിഗ്മെൻറ്റഡ് ആയിപ്പോയി, അത് റിമൂവ് ചെയ്യണം. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടും വെളുക്കണം, അത് അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അതാണ് നമ്മുടെ കൺസേൺ ആയിട്ട് ഇരിക്കേണ്ടത്, അല്ലാതെ കളറിലേക്കല്ല. ഓക്കെ. പക്ഷെ പലപ്പോഴും നിങ്ങൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെയാണ് ഗ്ലൂട്ടാഥയോനൊക്കെ ഭയങ്കരമായിട്ട് അല്ലെ എൻ്റെ പ്രചാരം. ഗ്ലൂട്ടാഥയോൻ പോലെയാണ് ഇപ്പോൾ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട്, ഗ്ലാസ് സ്കിൻ. കൊറിയൻ ഇപ്പം ചിലരിപ്പം അത് യൂസ് ചെയ്യാനായിട്ടൊരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. കൊറിയൻ എന്നൊന്നും യൂസ് ചെയ്യത്തില്ല, ഗ്ലാസ് സ്കിൻ. നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ വേണോ? വെട്ടിത്തിളങ്ങും അല്ലേ? അതും പിന്നെ കുറച്ച് ഒരു കൊറിയൻ്റെ ഒരു പിക്കൊക്കെ, ഒരു കൊറിയൻ ആളുടെ ഒരു പിക്കും അവരുടെ ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ ഒരു റീലൊക്കെ എടുത്തിടുമ്പം ആൾക്കാർ ഒന്ന് നോക്കിയേ, അങ്ങനത്തെ ഒരു റീലും കൊറിയൻ സ്കിൻ കെയർ നോക്കുവോ ഇല്ലയോ? ആ സ്കിൻ, ആ ഒരു വീഡിയോ സ്വാഭാവികമായിട്ട് നോക്കും. 1 million ഉണ്ട്. നമുക്ക് തോന്നുന്നു ആ പ്രൊഡക്ട്സ് ഇവിടെ വരുന്നതിന് എത്രത്തോളം മാർക്കറ്റ് വാല്യൂ കിട്ടുന്നതിന് തോന്നുന്നു ഇതിന് മുമ്പേ നമ്മൾ അവിടുത്തെ സീരീസും കൊറിയൻ ഡ്രാമ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആളുകൾ സ്കിൻ നോക്കി, ഹെയർ നോക്കി എന്നുള്ള സംസാരം പൊതുവെ ഇവിടെ നല്ലപോലെ ഉണ്ടായിരുന്നു അല്ലെ. പിൽക്കാലത്ത് പിന്നെ ഇത് മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടും കൂടി അത് കയറി വന്നു എന്നുള്ള സംഭവമാണ്. ഇതിനപ്പുറത്തേക്കൊരു വശം കൂടി ഇല്ലേ, ഇത് അവരെവിടെ ജനിക്കുന്നു, എവിടെ ജീവിക്കുന്നു, അവരുടെ ജനറ്റിക് സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമല്ലേ. ഇതൊന്നും അല്ലാതെ ഒരു പ്രൊഡക്റ്റിലൂടെ ഇത് നേടിയെടുക്കാൻ പറ്റുമോ? നിസ്സാരം. ഞാൻ ചോദിക്കും അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താ. എൻ്റെ ഫാദറിൻ്റെ ഞാൻ പറഞ്ഞു റസീഡെ പോലെ ഇരിക്കുള്ളൂ. എല്ലാവരുടെയും നമ്മുടെ പാരൻസിൻ്റെ ഇതാണ്, നമുക്ക് ആ ജീൻസാണ് ഉള്ളത്. നമ്മൾ പോയിട്ട് കൊറിയക്കാരെ പോലെ ഇരിക്കണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് നമ്മൾ ബെയർ മിനിമം അത് മനസ്സിലാക്കണം. നമ്മുടെ സ്കിന്നെ, അവരുടെ സ്കിൻ ആക്ച്വലി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ്. അവരുടെ ഫുഡ്, അവരുടെ ജീൻസ്, അത് കാരണമാണ് അവരിയ്ക്കുന്നത്. നമ്മുടെ ഫുഡ് ഏതാ? നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഏതാ? ഹ്യൂമിഡാണ്. നമ്മുടെ അവിയൽ, സാമ്പാർ, നമ്മുടെ ഭക്ഷണ രീതി എന്താണ്? അതിലൊന്നും തെറ്റൊന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഇതനുസരിച്ചുള്ള നല്ല ഒരു സ്കിന്നേ നമുക്ക് കിട്ടുള്ളൂ. ഒരിക്കലും അല്ലാണ്ട് ഈ ഗ്ലാസ് സ്കിന്നൊക്കെ ആരും അതിനകത്ത് വീഴരുത്. ഹെൽത്തി സ്കിൻ ഉണ്ട്. ഒരാൾക്ക് ആവശ്യം തോന്നുന്ന മോഹന വാഗ്ദാനങ്ങളൊക്കെ ഒറ്റയടിക്ക് ഡോക്ടർ നിഷേധിക്കുകയാണ്. ഇതൊക്കെ തെറ്റാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഡോക്ടർ ശരിക്കും എന്തുകൊണ്ട് ഒരാൾ എൻ്റെ അടുത്ത് വരണമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും പറയുക? ഓക്കെ, ബെയർ മിനിമം നിങ്ങൾക്ക് എന്ത് വേണ്ട, വേണ്ടാത്തൊരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഭയങ്കരമായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം. ഓക്കെ, എനിക്കൊരു സാധനം വേണം, അത് ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ് ഡോക്ടർ, കിട്ടിയാൽ കൊള്ളാം, അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലും വിച്ച് ഈസ് ഓക്കെ ഫോർ മീ. ഓക്കെ, കാരണം അതിനേക്ക് അത് മെൻ്റലി അങ്ങ് ഇരിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് വരാം. അല്ലാണ്ട് ഇതെനിക്ക് ഷാട്ടിയും പിടിച്ചിട്ട് അവിടെ കിടന്ന് ബഹളം കാണിച്ച് ഇപ്പം അങ്ങനെയാണ്. ഈവൻ ഈ ഏറ്റവും ഈ ടീനേജ് കുട്ടികൾ ഉൾപ്പെടെ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എനിക്ക് തോന്നി കുറച്ചും കൂടെ ഞാൻ അവയർനെസ് കൊടുക്കുക. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നല്ല അർത്ഥം, ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അഡമൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ മെൻ്റൽ പീസിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ ഒന്നും ഇല്ല. ഇല്ല, എനിക്കൊന്ന് ആദ്യം നമ്മളൊരു സ്കിൻ ഡോക്ടർ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ആദ്യം അല്ലേ, ഇതിന് പലതരം വേർഷൻസിലോട്ട് മാറിയെങ്കിലും ആദ്യം കാണുന്ന ഒരു പക്ഷേ നമുക്ക് വരുന്ന മുഖക്കുരുവിലായിരിക്കും അല്ലേ. ആദ്യം ചിലപ്പോൾ ഒരു സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരിക്കുക, എന്തെങ്കിലും ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷിലോട്ട് കടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള സംഭവം. ഒരു ടീനേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അടുത്തൊരു സെക്ഷനിലോട്ടും ഇത് വരും. ഇപ്പോൾ പലപ്പോഴും ആദ്യം വരുന്ന നമ്മുടെ സ്കിൻ പ്രോബ്ലം അതായിരുന്നെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സ്കാർസ് ആണെന്നെങ്കിലും ഇത് ശരിക്കും ഇതിൻ്റെ തുടർച്ചയാണോ? ഇപ്പോൾ നമുക്ക് വന്ന കുരു നമ്മൾ പൊട്ടിച്ചിട്ട് വന്നൊരു മാർക്കോ പാടോ അത് പിന്നീട് സ്കാർസായി പോകുന്നതാണോ, അതല്ലെങ്കിൽ പോലും ഒരു സമയം കഴിയുമ്പോൾ ഇത് നമ്മുടെ സ്കിന്നിലോട്ട് വരുമോ? ഹോർമോണൽ ഇംബാലൻസ് കാരണം മുഖക്കുരു വരാം. ഇപ്പം എൻ്റെ സ്കിന്ന് ഇപ്പം മുഖക്കുരുവില്ല എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്ന് ഭയങ്കര പെർഫെക്റ്റ് എന്നല്ല. പക്ഷേ എൻ്റെ ഒരു 14, 12, 13, 15 വയസ്സ് ആ ഒരു ടീനേജ് ടൈമിൽ എൻ്റെ മുഖത്ത് നല്ല കുരു ഉണ്ടായിരുന്നു. ഓക്കെ,
മോക്കുരു എന്ന് പറയാ അല്ലേ? അതെ മുഖക്കുരു അതെ ഉണ്ടായിരുന്നു. അത് ഹോർമോണൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ടൈം വരുമ്പോഴേക്കും ഹോർമോണൽ ഇംബാലൻസ് കാരണം നമുക്ക് ആക്നെ വരാനുള്ള ടെൻഡൻസി ഉണ്ട്. നമ്മുടെ മുഖത്ത് കുരു വരുന്നത് അതിനനുസരിച്ച് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. ഗട്ട് ഹെൽത്തിനെ നമ്മളെ ബാധിക്കും, അത് കാരണം മുഖക്കുരു വരാം. അതേപോലെ ഹോർമോണൽ ഇംബാലൻസ് വരാം, പ്രോഡക്റ്റ് അലർജി കാരണം വരാം, ക്ലൈമറ്റ് കാരണം വരാം, പല കാരണങ്ങളും കൊണ്ടും വരാം. പിന്നെ ഒന്നുള്ളതെന്ന് പറയുന്നത് സായി പല്ലവി ഇടയ്ക്ക് പറഞ്ഞത്, പുള്ളിക്കാരിയുടെ ആദ്യത്തെ പ്രേമം നമ്മൾ സിനിമ 2 സൈഡിൽ നല്ല ആക്നെ ഉണ്ട്. ആ ഒരു പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു, ഒരു ഇവിടെ ഭയങ്കര സ്വീകാര്യതയായിരുന്നു, അത് പുള്ളിക്കാരി പറഞ്ഞാൽ അത് വരും, അത് തന്നെ പൊയ്ക്കോളും. പുള്ളിക്കാരിക്ക് അത് ഓക്കെ ആയിരുന്നു, അത് പുള്ളിക്കാരി ഭയങ്കര മൈൻഡിലേക്ക് എടുത്തിട്ടില്ല. ആ ഒരു മെന്റാലിറ്റി മതി നമുക്കൊക്കെ. ഇത് വരും, ഇത് നമ്മൾ വരും പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ രോം പറഞ്ഞ പോലെ അത് അവിടെ ഇരുന്ന് നമ്മൾ പൊട്ടിച്ച് സ്കാറായി മാർക്ക ആ സ്റ്റേജ് എത്തിക്കുന്നത് നമ്മളാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ തന്നെ പറയാം. ഇപ്പം നല്ല പോലെ ഉണ്ടായിരുന്നു ടീനേജിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് കുറേ സംഭവങ്ങൾ നോക്കി. ചിലപ്പോൾ നമ്മൾ ഈ രക്തചന്ദ്രൻ പിടിക്കും, ആയുർവേദം നോക്കി, പിന്നെ ബാക്കി മെഡിസിൻസ്, നമ്മൾ യൂട്യൂബിൽ കാണുന്ന സംഭവങ്ങൾ പരീക്ഷിക്കാത്ത ഒന്നും ഈ ഫേസിൽ പോയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ വസ്തുക്കൾ വന്നു പോകാന്നല്ലാതെ ഇവിടെയുള്ള വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ഇത് വന്നുകൊണ്ടേയിരിക്കും, കുറച്ച് മാറുമ്പോൾ. എനിക്ക് നല്ലപോലെ മാറ്റം കിട്ടിയൊരു സംഭവം, നന്നായിട്ട് വെള്ളം കൂടി കൂട്ടിയപ്പോൾ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കിട്ടിയൊരു സംഭവമാണ്, പക്ഷേ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പം അതിനെ പല രീതിയിലേക്കും പറയുന്നുണ്ട്. തമന്നയുടെ തുപ്പലിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് സംഭവങ്ങൾ. അപ്പോൾ ശരിക്കും ഇതൊന്നും ചെയ്തെങ്കിലും ഒരു സമയമാകുമ്പോൾ വന്നു പോവോ? അതോ ഇതിനെ നമ്മൾ ഒരു മുഖക്കുരു വരുന്ന സമയത്താണെങ്കിലും ആക്നിക്കൊക്കെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കേണ്ടതോ ഉണ്ടോ? ഭയങ്കരമായിട്ടും അത് ഈ പറഞ്ഞ പോലെ ആക്നി തന്നെ പല രീതിയിലുണ്ട്. ഓക്കെ, നമ്മളൊരു കാര്യം വരുന്നു, എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് ആദ്യം നോക്കേണ്ടത്. സാധാരണ പോലെ ആക്നി ഇപ്പം വരുന്നു, രോഹന അത് വെറുതെ വിടുവാണ്, ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ രക്തചന്ദനം തേക്കുന്നില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, വെള്ളം കുടിക്കുന്നു, ഒന്നും അതിൻ്റെ മേലെ മെനയുന്നില്ലെങ്കിൽ അത് ഓക്കെയാണ്, തന്നെ അങ്ങ് പോയിക്കോളും. ഓക്കെ, ഒന്നും ചെയ്യുന്നില്ല. അല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ റൂട്ട് കോസ് അത് കൂടി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയണമല്ലോ. ആ മുഖക്കുരു അവിടെ ഇരിക്കുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയണം. ഈ മുഖക്കുരുവിൽ തന്നെ വ്യത്യാസം. നമ്മുടെ ഫേസിനെ തന്നെ ഒരു 3ആയിട്ട് ഭാഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നെറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ താരനുണ്ട് ശ്രദ്ധിക്കണം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. ഇവിടെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫുഡ് സ്റ്റൈലിൻ്റെയും ഓയിലി സംഭവം എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വന്നേക്കാം. എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ട്സ് ഇതായിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ താടിയുടെ അവിടെയും അങ്ങനെ പറയാം. ശരിക്കും പല ഡിപ്പാർട്ട്മെൻ്റ് ആണോ? പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അത് ഒരു കോമൺ സെൻസ്. നമുക്കിപ്പോൾ താരനുണ്ട്, എനിക്കിപ്പോൾ താരനുണ്ടെന്ന് വെച്ചോളൂ, എൻ്റെ മുടി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവിടെയൊക്കെ തട്ടുന്നു, ഇവിടെയൊക്കെ കുരു വരുന്നു. ആ തട്ടുന്ന സ്ഥലത്തുള്ളതാണ് മുഖക്കുരു വരുന്നത്. മുടിയുടെ നെറ്റിയുടെ ഇവിടെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ഒരാൾക്ക് കൂടുതലായിട്ടും ഈ സത്യം തന്നെയാണത്. ശരിക്കും ആ മാറ്റം അതാ നമ്മുടെ ബോഡി തന്നെ കാണിച്ചു തരുന്നതാണ്. നമ്മൾ സ്കിൻ ടൈപ്പ് എങ്ങനെ അറിയും എന്നോട് ചോദിച്ചില്ലേ, അതുപോലെ നമ്മുടെ ബോഡി തന്നെ കാണിച്ചു തരുന്നതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാണിച്ചു തരുന്നത് മൂന്ന് വിഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കേണ്ട മെഡിസിനോ ടാബ്ലറ്റ്സോ ഒന്നല്ലല്ലോ ആവേണ്ട, 3 ആവണ്ടേ? അങ്ങനെയില്ല, ആ കെയറിങ് ഇതാവണ്ട. അതിന്റെ റൂട്ട് കോസ് നമ്മൾ അറിഞ്ഞു, റൂട്ട് കോസ് ട്രീറ്റ് ചെയ്താൽ തന്നെ പൊക്കോളും, മാറും എന്നുള്ള സംഭവം. താരൻ ഇരിക്കുവാണ്, ഈ നെറ്റിയിലാണ് വരുന്നത്, ഞാനിപ്പം ഓയിൽമെന്റ് തരുന്നു, എല്ലാം ചെയ്തു തരുന്നു, ഇപ്പം എന്തെങ്കിലും പ്രൊസീജിയറും ചെയ്യുന്നതെന്ന് വെച്ചോ, താരൻ അവിടെ തന്നെ ഇരിക്കുന്നു. ആ ഒരു കമ്പാർട്ട്മെന്റ് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആദ്യം താരം കളയാൻ, എന്നിട്ട് വേണം ഇത് കളയാൻ എന്നുള്ള സംഭവം. ഞാനിങ്ങനെ ഈ ഡാൻഡ്രഫ് കാരണം വരുന്ന ആക്നെ വരുമ്പോഴേക്കും എൻ്റെ ഫസ്റ്റ് ലൈൻ തലേന്നാണ് തുടങ്ങുന്നത്. തലേന്ന് കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടേ ഞാൻ മുഖത്ത് വന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ. ഈ പലപ്പോഴും ഈ താരലോട്ട് കടന്നുകൊണ്ട് തന്നെ നമുക്ക് മുടിയിലോട്ട് കിടക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പലപ്പോഴും ഇതിലാദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സംഭവമാണ് ഡെയിലി കുളിക്കരുത് എന്ന് സംഭവം പറയും. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ അതെ കൂട്ടി ആദ്യമേ ചോദിക്കട്ടെ, അത് അങ്ങനെയാണോ? ഡെയിലി കുളിക്കാതിരിക്കുന്നത് നല്ലതാണോ? ഡെയിലി ആ വാക്ക് തിരുത്തണം. ഡെയിലി കുളിക്കാതിരിക്കുന്നതല്ല, ഡെയിലി തല അതാണ് തലയാണ് ഉദ്ദേശിച്ച്. ബാക്കിയുള്ളവർക്ക് കുളിക്കുന്നത്, തല നനയ്ക്കാതിരിക്കുന്നത് നല്ലതാണോ? നല്ലതാണ്. കാരണം നമ്മൾ ഡെയിലി വാഷ് ചെയ്ത് പോകുന്നു, ഹെയറിനകത്ത് നാച്ചുറലി ഉള്ള സാധനങ്ങളൊക്കെ കഴുകി കളയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ അതിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കുന്ന ചില ചിത്രങ്ങളായിരിക്കും ഹോംലെസ് പീപ്പിൾ അല്ലേ, അവരെ നമ്മൾ കാണുന്ന സമയത്ത്, സ്ട്രീറ്റിൽ കാണുന്ന ആളുകളുടെ സമയത്ത് അവർ ചിലപ്പോൾ കുളിക്കാനൊന്നും പറ്റാത്തവരായിരിക്കും. ഒരു മൂട്ടിയൊക്കെ കണ്ട് നമുക്ക് അസൂയ തോന്നുന്ന പോലെ അത്രയും തിക്കായിട്ടിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, ഹോംലെസ് ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും റോഡ് സൈഡിലൊക്കെ നമ്മൾ അവരെ കാണുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് നല്ല മുടി കാര്യങ്ങളുണ്ട്. അവരുടെ അവസ്ഥ അതാണ്. അവരുടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ളൊരു ഇതാണ് ഇരിക്കുന്നത്. ഉള്ളവൻ അത് ഉള്ളത് തന്നെ കൊണ്ടുപോയി കളഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ സിറ്റുവേഷൻ അതാണ്, അവനൊന്നും ചെയ്യാനുള്ള വഴിയില്ല. അപ്പം ജട പിടിച്ച് അതങ്ങനെ ഇരിക്കുന്നു. പണ്ടാണെങ്കിൽ
കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇന്ന് അസൂയക്ക് മരുന്നില്ല, ഇന്നുമില്ല, ഒരു കാലത്തും ഉണ്ടാവാൻ പോകുന്നില്ല. മനുഷ്യൻ മരിക്കണം അല്ല നടക്കില്ല. പക്ഷെ കഷണ്ടിക്ക് കുറേ ഓപ്ഷൻസ് വന്നു. ആ ഓപ്ഷൻസ് എനിക്കൊന്ന് കാലങ്ങളിൽ നിന്ന് മാറ്റില്ല, ഒരു ദിവസത്തിൽ തന്നെ മാറ്റങ്ങൾ, അതിൻ്റെ കൂടുതൽ സംഭവങ്ങൾ വരും, അപ്ഡേഷൻസ് വരും. അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ PRP എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കേട്ടു. സിലിപ്സിൽ മാത്രം കേട്ടുന്നൊരു കാര്യം ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. നമ്മൾ പണ്ടൊക്കെ ഈ നെറ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പൈസ വരുന്നൊരു സമയത്തോട്ട് ആണ് ഈ ഡോകോമൊക്കെ ഭയങ്കര സിമ്പിൾ ഓഫർ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ. ചെറിയൊരു ഒറ്റ സിംഗിൾ ക്രാഫ്റ്റിന് ഒരു എത്ര പൈസയ്ക്ക് ചെയ്യാം, 10 രൂപയ്ക്ക് ചെയ്യാം, 15 രൂപയ്ക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. PRPയുടെ ഗുണദോഷങ്ങളെ ആദ്യം ചോദിക്കട്ടെ, അനിവാര്യമാണോ? PRP എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. ഓക്കെ, പ്ലാസ്മ തെറാപ്പിയാണ്. ചിലർക്കൊരു വിജയം, ഞാൻ ഈ PRP പറയുമ്പം ഒരാൾക്കിപ്പം ഇൻഡിക്കേറ്റഡ് ആണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ PRP ആണ്. ഫേസിലേക്ക് ഡോക്ടർ ഇത് തലയിലേക്കുള്ളതല്ലേ, മുടിയിലേക്കുള്ളതല്ലേ? അല്ല. ഓക്കെ, ഹെയറിലേക്കുള്ളതും ഉണ്ട്, ഫേസിലേക്കുള്ളതും ഉണ്ട്. ഓക്കെ, ആദ്യം അത് വേണോ എന്നുള്ളതാണ് PRP. പിന്നെ ഉള്ളത് റേറ്റ്. രോം പറഞ്ഞ പോലെ ചിലയിടത്ത് ഭയങ്കര റേറ്റ് പറയുന്നുണ്ട്, മറ്റിടത്ത് എത്ര 1000 രൂപയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് സെൻട്രിഫ്യൂജ് ചെയ്ത് പ്ലാസ്മയാക്കാൻ വരുന്ന ട്യൂബിന് 250 രൂപയേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ PRP അല്ലെങ്കിൽ GFC എന്ന് പറഞ്ഞ് ചെയ്യുന്ന ട്യൂബിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അതാണെന്നുള്ളത്? അതിന് 250 രൂപ ചിലവേ ഉണ്ടാവത്തുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ അടുത്താണ്, ഞാനിപ്പം പൊതുവേ ചെയ്യുന്ന എൻ്റെ ഒരു പാറ്റേണിൽ ഞാൻ ചെയ്യുന്ന എല്ലാ സംഭവവും ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എന്ത് സാധനം ഇപ്പം ഞാൻ പ്രൊസീജിയർ ചെയ്ത് അത് അവരുടെ മുന്നേ വെച്ച് ഓപ്പൺ ആക്കിയിട്ട് ഇത് ഇന്നതാണ് നോക്കൂ എന്ന് പറയും. കാരണം അവരറിയണം. ആ ഒരു ഓതൻറ്റിസിറ്റി നമ്മുടെ ഈ PRP ഇങ്ങനത്തെ സാധനത്തിനകത്ത് എല്ലാവരും കാണിക്കണമെന്നില്ല. അവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ റേറ്റിൻ്റെ ഡിഫറൻസ്. അവിടെ അത് കുറവാണ്, നിങ്ങളുടെ അടുത്ത് എന്താ കൂടുതൽ, അല്ലെങ്കിൽ ഇവിടെ എന്താ കുറവ്, അങ്ങനെ ചോദിക്കുന്നത്. ഇത് രണ്ട് രീതിക്കാവില്ലേ? ഇപ്പോൾ വില കൂടുമ്പോൾ വിശ്വാസവും കൂടുമെന്ന് പറഞ്ഞ പോലെ നമ്മളുടെ തന്നെ ചിലർ ചിന്തിക്കും, എന്തിനത്രയും പൈസ, ഞങ്ങളുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലാസ്മ എടുത്ത് ചെയ്യുന്ന സംഭവമല്ലേ, അപ്പം എന്തിന് ഇത്രയും പൈസ വാങ്ങുന്നതെന്ന് ചോദിക്കും. രണ്ടാമത്തെ കാര്യം, പൈസ കുറവ് വരുമ്പോൾ ഇതിൽ എന്തോ ഉടായ്പുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു മറുവശത്ത് ഉണ്ടാവായിരിക്കാം അല്ലേ? അപ്പോൾ ഈ വില കൂടുമ്പോൾ വിശ്വാസവും കൂടും എന്ന് പറയുന്ന പോലെ അങ്ങനെയുണ്ടോ ശരിക്കും? ഇതിൽ ബോധപൂർവം അങ്ങനെ സൃഷ്ടിക്കുന്നുണ്ടോ പൈസ കൂടുതൽ വാങ്ങല്? ഉണ്ട്. അത്ര ആവശ്യമില്ലാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ട്. തീരെ ചീപ്പായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ എന്താണ് ഉപയോഗം? ഇല്ല. നമുക്ക് ഒരു സാധനം നമ്മൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള സാധനത്തിന് രൂപ കൊടുത്തല്ലേ പറ്റുള്ളൂ. അതിന് അത്രയും ചെയ്തേ പറ്റുള്ളൂ. ഉണ്ട്. രണ്ട് രീതിയിലേക്ക് എടുക്കുകയാണെങ്കിൽ, ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ PRP, മുടി പോയി തുടങ്ങുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലോട്ട് PRP എടുക്കും. ഇനി പോയി കഴിഞ്ഞിട്ടുള്ളേക്കാണ് നമ്മൾ HT പോകുന്നത് അല്ലേ? അപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് കുറേ കാലം കൂടിയും ഇത് തുടർന്ന് കൺസിസ്റ്റൻസി വേണ്ടതുണ്ട്, ഇത്രയും കാലം PRP എടുക്കണം എന്നുള്ള അങ്ങനെയുണ്ടോ ശരിക്കും? അതോ ഇത് ലൈഫ് ലോങ് അങ്ങനെ പോകണോ? ഒരു മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ? ആദ്യഘട്ടം അത് ചോദിക്കട്ടെ, ഞാൻ HT വരാം. അപ്പോൾ PRP എടുക്കുന്ന സമയത്ത് ഇത്രയും കാലഘട്ടം ഇത്ര മാസം വീതം ചെയ്യണം, അങ്ങനെയുണ്ടോ? ഒന്ന് ഹെയറിൻ്റെ HT ഹെയർ ട്രാൻസ്പ്ലാന്റിന് തൊട്ട് മുന്നോടിയുള്ള ട്രീറ്റ്മെൻറ്റ് PRP മാത്രമല്ല. അല്ല. ഓക്കെ, ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ പലപ്പോഴും ഈ രണ്ട് ഓപ്ഷനിലോട്ടാണ് ആളുകൾ പോകുന്നത്. അത് കൂടുതലായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കാലഘട്ടം വരെ നമ്മളിപ്പം ഞാൻ പറയുന്ന പല പ്രൊസീജിയേഴ്സും ഇതൊക്കെ അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഞാൻ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഒരു സെലിബ്രിറ്റീസിൻ്റെ ആദ്യം മുതൽ ഡീകോഡിങ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഡീകോഡിങ് അപ്പം ഇതൊക്കെ ഇന്നതാണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. ഒരു കാലഘട്ടം വരെ ആൾക്കാർ ഇതൊക്കെ സെലിബ്രിറ്റീസിന് മാത്രമേ ഉള്ളൂ. ഇവർ ചെന്നൈ പോകുന്നു, മുംബൈ പോകുന്നു, ഹൈദരാബാദ് അവിടെ മാത്രം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോഴാണ് ആൾക്കാർക്ക് നമുക്കും ചെയ്യാമല്ലേ, ഇതാണല്ലോ ഇന്ന വ്യക്തി ചെയ്തത്. എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ അത്രേ ഉള്ളൂ. ഡീകോഡിങ് ചെയ്യുമ്പോഴേക്കെന്ന് പറയുന്നത് ഇത് ഇന്നതാണ് എന്നുള്ളത് അറിയാം. ഇത് നിങ്ങൾക്കും ചെയ്യാം, അവർക്ക് മാത്രമല്ല വേണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് HTക്ക് മുന്നേ ഉള്ള ഒരു ഒറ്റ ട്രീറ്റ്മെൻറ്റ് PRP അല്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് എത്രത്തോളം ഹെയറിൻ്റെ ഫോൾ ഉണ്ട്, ആ ഒരു ഗ്രേഡ് അനുസരിച്ചിട്ട്, റൂട്ട് കോസ് അനുസരിച്ചിട്ട്, അവൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെ ചെയ്യേണ്ടത് ആദ്യ കരുതൽ എന്നോളം ചെയ്യേണ്ടത് എന്താണ് ഹെയറിൽ? ആദ്യം എന്തുകൊണ്ടാണ് ഹെയർ ഫോൾ എന്നുള്ളത് അറിയാം. നമ്മൾ ഈ പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, എല്ലാം കൊടുക്കുന്നു, പക്ഷെ ആ യൂസ് ചെയ്യുന്നത് ഒരു സാധാരണ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഷാമ്പു. അത് പറയുന്നതിൽ തെറ്റുന്നല്ല, അതിനകത്തുള്ള ആ ഒരു പ്രോഡക്റ്റിനകത്തുള്ള പാരബൻ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ അളവ് കൂടുതലാണ്. അല്ലാണ്ട് ഞാനൊരു ആ പ്രോഡക്റ്റിനെ താഴ്ത്തി കിട്ടി പറയുന്നതല്ല. അപ്പം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തു, നാളെ അവൻ HT ചെയ്ത് കഴിഞ്ഞു, വീണ്ടും വരും. ഓക്കെ, ഇത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് അത് അങ്ങനെയാണെങ്കിൽ ഇത് പോയിക്കൊണ്ടേയിരിക്കും, അങ്ങനെയുണ്ടോ?
പാരമ്പര്യത്തിനനുസരിച്ചാണെങ്കിൽ അതിലേക്കുള്ള സാധ്യത കൂടുതലാണ്, അതിലേക്ക് തന്നെ പോവാൻ. അച്ഛനിപ്പം ഒരു മുടി കുറവാണ്, അച്ഛനായാലും പ്രശ്നമാണ്, മാമനായാലും പ്രശ്നമാണ് അല്ലേ? കുഞ്ഞമ്മയ്ക്കായാലും പ്രശ്നം. ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക, നമ്മുടെ ഹിസ്റ്ററി ഒക്കെ എഴുതി ചോദിക്കും അല്ലേ? അതെ അതെ, ഫാമിലി ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധ്യതയുണ്ട്, നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ഒരു നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. ആ സാധ്യതയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ഉള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ അത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, നമുക്കത് അങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഏജ് ആവുന്നതിൽ എന്താ തെറ്റ്? വയസ്സാവുന്നു, ഏജ് ഗ്രേസ്ഫുള്ളി. പക്ഷേ ഏജ് വയസ്സാവുന്നതിനെ നമുക്ക് നിർത്താൻ പറ്റില്ല, ഏജിങ് സയൻസിന്. പക്ഷെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ PRP വരികയാണ്, ഒരു സിറ്റിങ്ങിന് ഏകദേശം ഒരു 3K to 6K വരെ വരുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ കുറച്ചും കൂടി നിന്നുള്ള രീതിയിലേക്ക് റീസണബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻറ്റ് എന്താ? ഹെയറിലേക്ക് ബേസിക്കലി വരുന്നത് പിന്നെ കൊളാജൻ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കാൽപ്പ് കൊളാജൻ ത്രെഡ്സ് കുഞ്ഞൊരു നീഡിൽ വരുന്ന ഒരു ത്രെഡാണ്. അത് നമ്മൾ ഹെയർ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പെർ ത്രെഡൊക്കെ ഒരു 500,000 ഒക്കെ വരുന്നുണ്ട്. 500,000 അത് എത്രത്തോളം യൂസ് ചെയ്യാം, അതൊക്കെ നമുക്ക് ഒരു 1 ടൈം ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ ഒരു ഐഡിയോളജിയിൽ വെച്ചിട്ട് ഞാൻ പൊതുവേ ഈ ലേസറൊക്കെ അല്ലാണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് ഇത്ര സിറ്റിംഗ് ചെയ്തേ പറ്റൂ എന്നാലും അങ്ങനെ ഞാൻ പറയില്ല. മേ ബി അത് എൻ്റെ രീതി ആയിരിക്കാം, ചിലവർക്ക് അത് കേൾക്കുന്ന വേറൊരു ഡോക്ടറിനെ തെറ്റായിട്ട് തോന്നുമായിരിക്കാം. ഞാൻ ഒരു സംഭവം ചെയ്യും, അത് അവർക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, ഇത് ചെയ്ത് ഇത്രയും 14 to 21 days ആണ് ഐഡിയലി എടുക്കുന്നത്, 30 days എന്നിട്ട് വരും, നമുക്കിത് എങ്ങനെയാണ് നിങ്ങളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഹെയറിൽ നോക്കിയിട്ട് അതിൻ്റെ പ്രോഗ്രഷൻ അനുസരിച്ചിട്ട് നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. ഞാൻ അതിൻ്റെ ഒപ്പം ചേർത്ത് ചോദിക്കുകയാണ്, ഈ പലപ്പോഴും നമുക്കിതിന് ഇത്ര സമയം ചെയ്യണ്ടോ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സിറ്റിങ്ങിൽ ചിലപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം. പക്ഷെ മറ്റ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് ചിലപ്പോൾ 4-5 പ്രാവശ്യം വരുത്തിച്ചിട്ടായിരിക്കും. ഈ വക്കീലന്മാരുടെ അടുത്തും BDSകാരുടെ അടുത്തും ഡെന്റിസ്റ്റിൻ്റെ അടുത്തും പോണ പോലെയാണ്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ടാവും വിടുക എന്ന് പറഞ്ഞ പോലെ. ഈ ഡോക്ടേഴ്സ് അപ്രോച്ച് ചെയ്യാറുണ്ടോ, നീ എന്താ ഇത്ര പെട്ടെന്ന് പ്രോബ്ലംസ് ക്ലിയർ ചെയ്ത് സോൾവ് ചെയ്ത് വിടണേ, ഞങ്ങളൊക്കെ കുറേ നാൾ കൊണ്ടാണ് ഇത് തീർക്കുന്നത്, അങ്ങനെ ചെയ്യരുതെന്നുള്ള ഭീഷണി വരാറുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കെമിക്കൽ പീല് ചെയ്യുന്നില്ല, ഞാൻ പീൽ ചെയ്യുന്നില്ല. എനിക്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ കെമിക്കൽ പീല് ചെയ്യുന്നുണ്ട്. ഓക്കെ, നീ പീല് ചെയ്യുന്ന കുറവല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്നുള്ളവർക്ക് അവനത് ചെയ്തെന്ന് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ഒരു പ്ലാസ്മ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് പിന്നെ ഈ സ്കിപ്പ് ചെയ്ത് ഈ പെട്ടെന്ന് തീർത്ത് വിടുന്നത് എന്തിനാ, എല്ലാ മാസവും എനിക്ക് വരുന്നുണ്ട്, എനിക്ക് വന്നിട്ടുമുണ്ട്. എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ മെൻ്റൽ ഹെൽത്ത്, എനിക്ക് ഒരാൾക്ക് ഇപ്പം അവർക്ക് റിസൾട്ട് വരിക നല്ല രീതിയിൽ പോവുക, എത്തിക്കലി പോവുക, അതൊക്കെയാണ് സംഭവം. പക്ഷെ സംഭവം ഉണ്ട്, എന്തിനാ ഇത്ര പെട്ടെന്ന് തീർത്ത് വിട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഈ സാധനമാണ് അവർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ വരൂ, അതൊരു സപ്പോർട്ടീവ് കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം. അതെന്തിനാ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ പീലെങ്കിലും ചെയ്തിട്ട് വിടാത്ത എന്താ? അങ്ങനെ പറയാറുണ്ട്, ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇനി PRP വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്പോൾ ഒരു മന്ത്ലിയാണ് നമ്മൾ അല്ലെ ചെയ്യുന്നത്, എത്ര നാളിത് ചെയ്യണം, അല്ലെങ്കിൽ ഇത് തുടർന്ന് അതിൻ്റെ ഗ്യാപ്പ് കുറച്ച് വരികയാണ് വേണ്ടേ, അത് സ്റ്റോപ്പ് ചെയ്യണോ, എങ്ങനെയാണ് അതിൻ്റെ? PRP പല കൺസേണിന് വേണ്ടിയിട്ടും പല ഇൻഡിക്കേഷന് വേണ്ടി യൂസ് ചെയ്യും, അതനുസരിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഒരു തവണ ചെയ്ത് നെക്സ്റ്റ് പറയുന്നത് 21 daysന് ശേഷമാണ് റിവ്യൂ ചെയ്യണം. അങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യണം? ഒരു 3-4 times ഒക്കെ ചെയ്യാം. ഞാൻ ഈ പറയുന്നെങ്കിൽ എന്തിന് ചെയ്യുന്നു, ചിലപ്പോൾ 2 തവണ ചെയ്തപ്പോൾ ഇമ്പ്രൂവ് ആയി, ചിലപ്പോൾ 3ാമത്തെ തവണ PRP ആയിരിക്കില്ല വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് കെമിക്കൽ പീൽ ചെയ്യാൻ പറയുന്നതിൻ്റെ സ്ഥാനം ചിലപ്പോൾ ഒരു പീലായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു ലേസർ ടോണിങ് ആയിരിക്കാം. അതാ പറഞ്ഞത്, നമ്മൾ ഒരു തവണ ചെയ്യുക, അവൻ്റെ സ്കിൻ എങ്ങനെയാണ് അത് റിസീവ് ചെയ്യുന്നത്, പ്രോഗ്രസ് ചെയ്യുന്നത്, അതനുസരിച്ച് സ്കെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ HDയിലോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നീഡിൽ തന്നെ മാറ്റം വന്നു തുടങ്ങി അല്ലേ, പെൻ ടൈപ്പ് സംഭവങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ മാറ്റം വരുന്ന സംഭവം കുറേയും കൂടി ഇതിനെ നാച്ചുറൽ വേ ആക്കാൻ വേണ്ടിയിട്ടാണോ, അത് എന്താണ് ശരിക്കും ഇതിൻ്റെ ഈ പെൻസിൽ വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ആ ഒരു ടെക്നിക്ക് പിന്നെ അതുപോലെ തന്നെയാണ് കുറച്ചും കൂടെ നമ്മൾ ഈ പണ്ടത്തെ നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു റിസൾട്ട് ആവില്ല ഇപ്പോൾ കാണുന്നത്, കുറച്ചും കൂടെ നാച്ചുറൽ ആണ്. ഇതൊക്കെയാണ് നമുക്ക് വരുന്ന ടെക്നിക്കിലും ആ അഡ്വാൻസ് ആയി വരുന്നതിലൂടെ പ്രോഗ്രഷൻ ടൈം ഒരുപാട് സംഭവങ്ങൾ അഡ്വാൻസ് ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ റിസർച്ചും സ്റ്റഡീസും നടക്കുന്നത് ഹെയർ ട്രാൻസ്പ്ലാന്റിലാണ്. പലർക്കും അത് അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ ഡൗൺ ടൈം, എത്രത്തോളം ഡൗൺ ടൈം കുറച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫാസ്റ്റ് റിസൾട്ട് കൊടുക്കാം, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ ഈ സ്കിൻ ഹെയറിലെ കാര്യത്തിൽ ഒരുപാട് റിസർച്ചസും സ്റ്റഡീസും നടക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മളുടെ ഇപ്പോൾ കുറേ കൂടെ ക്രൗൺ ഏരിയ എന്നാണ് എടുത്ത് അല്ലെ വെക്കുന്നത്. അപ്പം അതങ്ങനെ വെച്ച് ചെയ്ത് അതിന് കുറേയും കൂടിയും ഇതിനൊരു
നമുക്ക് ഉറപ്പിക്കാവോ ഇത് അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായിരിക്കും, കുറേ കഴിയുന്ന സമയത്ത് വീണ്ടും ഹെയർ ഫോൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? നമ്മൾ പോയിടത്താണ് വീണ്ടും കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൃഷിയുടെ കാര്യത്തിൽ പറയും, ഫലഭൂഷ്ടമായിട്ടുള്ള മണ്ണിലാണ് വെക്കുന്നതിൽ നന്നായിട്ടുണ്ടാവും, പാറപ്പുറത്താണ് വെക്കുന്നതിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ പോകാൻ സാധ്യതയുള്ളടത്ത് പിന്നെയും വെക്കുന്ന സമയത്ത് എവിടെ അതിൻ്റെ സംഭവിക്കുന്നതിൻ്റെ? അതെന്ന് പറയുന്നത് മണ്ണൊന്ന് ഉഴുതു കൊടുക്കുക. സെയിം തന്നെയാണ് നമ്മുടെ സ്കാൽപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അതിനൊരു നറിഷ് ചെയ്യുക, ന്യൂട്രീഷണൽ കറക്ഷൻ ചെയ്യുക. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാലും കുറച്ച് നാളത്തേക്ക് GFC അല്ലെങ്കിൽ PRP പറയാറുണ്ട്. മെയിൻ്റെനൻസ് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനത് ചെയ്തു തന്ന് ഞാൻ പോവുകയാണ്, അവർ വീട്ടിൽ പോവുകയാണ്. ഇത് വീട്ടിൽ ചെന്ന് ഇനി അവരെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു, ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് എല്ലാം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം സിറം കൊടുക്കും, അവർ കുറച്ച് ടോപ്പിക്കലി ഉള്ള മരുന്നുകൾ കൊടുക്കും, കഴിക്കേണ്ട കാര്യങ്ങൾ പറയും, ഒരു വിസിറ്റ് പറയും, അങ്ങനെ കുറച്ച് മെയിൻറ്റെയിൻ കുറച്ച് നാളത്തേക്ക്, അല്ലാണ്ട് ജന്മം മുഴുവനും വന്നുകൊണ്ടിരിക്കുക അങ്ങനെയല്ല. മെയിൻ്റെനൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. ഈ നേരത്തെ ഉഴുതു മറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, പലപ്പോഴും ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ ഈ പറഞ്ഞ മാതിരി മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെങ്കിലും ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ പലപ്പോഴും ചെടി നട്ടിട്ട് നനയ്ക്കില്ലല്ലോ വേണ്ട, ഈ ചെടി നടന്നതിന് മുമ്പ് മണ്ണ് ഇതാകും പോലെ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് വരാൻ പറയും. ബ്ലഡ് ചെക്ക് ചെയ്യാം. ഓക്കെ. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ എല്ലാം ചോദിച്ചു, പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയുടെ മുടിയുടെ കാര്യം ചോദിച്ചിട്ടില്ല. എല്ലാം പറഞ്ഞു, നല്ല ഇങ്ങനെ പോകുന്നുണ്ട്, എല്ലാവരും പറഞ്ഞു. കാര്യമില്ല, പ്രോപ്പറായി നമ്മളിരുന്ന് സംസാരിക്കുക, അവരെ കേൾക്കുക. എന്നോട് ഞാൻ പറയും, എൻ്റെ അടുത്ത് ചിലവർ കൺസൾട്ടേഷൻ ടൈമിൽ ചോദിക്കും, ഡോക്ടർ എത്ര നേരമായിരിക്കും കൺസൾട്ടേഷൻ എന്ന് ചോദിച്ചു. എനിക്കത് പുതിയൊരു സംഭവമായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ? അല്ല, ഒരു അരമണിക്കൂർ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എത്ര നേരം സംസാരിക്കണം? 1-2 മണിക്കൂറൊക്കെ കൺസൾട്ടേഷൻ പോകാറുണ്ട്. ഞാൻ ഒരിക്കലും ഓക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയില്ല, നമുക്കത് കേൾക്കണം. അവർ ഇപ്പം പൈസ കൊടുത്താണ് ഇപ്പോൾ വരുന്നത്, പൈസ കൊടുക്കാതെ എന്ത് തന്നെയായാലും എനിക്ക് അവരുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യണം. അവർക്ക് റിസൾട്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് കാര്യം അറിയണം. അതുപോലെ തന്നെയാണ് പ്രോപ്പറായിട്ട് ഹിസ്റ്ററി അറിയുക, നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത്, ബ്ലഡ് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യുക. ഡെഫിഷ്യൻസി ഉള്ളത് അത് ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്തിട്ട് വേണം പാരലലി കറക്റ്റ് ചെയ്യാം. അല്ലാണ്ട് ഞാനിപ്പം ഒരുപാട് പ്രൊസീജിയർ ചെയ്ത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് സ്റ്റിൽ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കുറവ് കാണിക്കും. ആ മാറ്റം എന്തായാലും അല്ലെ, കുറവ് എന്തായാലും കാണിക്കുമെന്നുള്ള സംഭവം അത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ ഓരോ ദിവസവും ഇതിലെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു, ഹെയറിൻ്റെ കാര്യത്തിലാണ് കുറച്ചുകൂടി കൂടുതൽ എന്നുള്ള സംഭവം. അപ്പോൾ ശരിക്കും എന്താ ഒരു വിഷൻ, അടുത്തത് എന്തായിരിക്കും ശരിക്കും HDയുടെ ഒരു അടുത്തൊരു വേർഷൻ എന്തായിരിക്കും HT ചെയ്യുന്നതിൽ? റോബോട്ടിക് ഒക്കെ വരും കേട്ടോ. നമ്മളിപ്പം പറയുന്നല്ലോ, ഇപ്പം സർജറി ചെയ്യുന്നു, ഇനി നമ്മുടെ നാട്ടിൽ അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് വരും. പിന്നെ ഈ ഡൗൺ ടൈം എന്ത് പ്രൊസീജിയേഴ്സ് വരുമ്പോഴും ഞാൻ ഇടയ്ക്കൊരു ഫിനോൾ പീലിൻ്റെ ഒരു റീൽ ഇട്ടു. ഭയങ്കരമായിട്ടും ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലത് ചെയ്യുന്ന പറയുന്നത് ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സയൻസ് കാണിക്കുമല്ലോ, ഒരു റെഡ്നെസ് അല്ലെങ്കിൽ ഒരു ഡൗൺ ടൈം കുറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇനി വരുന്ന ഇന്നോവേഷനിൽ വരുന്നത്. കാരണം അവർക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു സംഭവം കഴിഞ്ഞാൽ നെക്സ്റ്റ് അവറിൽ അവർക്ക് വർക്കിലേക്ക് പോകണം. ഉണ്ട് ഈ പുതിയ കാര്യങ്ങൾ സംഭവം. നമുക്കിപ്പോൾ ഭയങ്കര ടെക്നോളജി സംഭവമാണെങ്കിലും നമ്മുടെ ഫോണിലാണെങ്കിലും ഇതിൻ്റെ അപ്ഗ്രേഡ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈസ കൂടുകയാണ് ചെയ്യുക അല്ലേ. പക്ഷേ ഈ HDയുടെ കാര്യത്തിലൊക്കെ എന്തൊത്തോളം മാറ്റങ്ങൾ കൂടുതലായിട്ട് വരുന്നു, ആ മാറ്റങ്ങൾക്കനുസരിച്ച് പൈസ കുറയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? പണ്ടൊക്കെ ഈ സംഭവം പറഞ്ഞിട്ട് സെലിപ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇപ്പം 3 lakhs 4 lakhs ഒക്കെ വരുന്നു എന്ന് പറഞ്ഞ് കേട്ടിരുന്നൊരു സംഭവം മുംബൈയിലും ചെന്നൈയിലും പുറത്ത് ദുബായിലൊക്കെ പോയി ചെയ്യണം എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലിവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ അന്ന് ചെയ്യുന്ന പോലെ അതിന് കുറേ കൂടുതൽ ആശയങ്ങളും കൂടുതൽ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പക്ഷേ പൈസ കുറഞ്ഞു വരികയാണ് എന്ത് ചെയ്തത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു ക്രാഫ്റ്റിന് 10 രൂപ 15 രൂപ എന്ന് പറഞ്ഞ പോലെ നമ്മളെ പെന്ന് വിൽക്കണ പോലെ ഇത് പറഞ്ഞു തുടങ്ങി. അപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇത് മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ, അത് കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണോ? കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാണ്. എൻ്റെ അടുത്ത് ഇപ്പം കൺസൾട്ടേഷന് പലരും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇതിന് എത്ര രൂപയാകും? എൻ്റെ ഒരു ഐഡിയോളജി, എന്നെ ഇപ്പോൾ ഒരാൾ കാണുന്നു, അവർക്കൊന്നും ഇല്ലാണ്ട് പോകരുത്. അയ്യോ പൈസയുടെ കാര്യം വെച്ചിട്ട് അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അയ്യോ ഇവരുടെ അടുത്ത് പോയാൽ ഭയങ്കര കോസ്റ്റാണ്, അവരുടെ പ്രൊസീജിയറിന് ഇതാണ് മരുന്ന്, അങ്ങനെയില്ല. എല്ലാ ടൈമും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം. 2 ടൈപ്പ് കാര്യമുണ്ട് ഈ കോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഒന്ന്, അതിന് അത്രേ ചിലവ് ചിലപ്പോൾ വരുള്ളൂ. നമ്മൾ ചിലവർക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഇത്ര രൂപ ഒരു പ്രോഡക്റ്റിന് ഈ രൂപയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ ക്വാളിറ്റി ഇല്ല, അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ കോസ്റ്റ് വെച്ചിട്ട് എനിക്കറിയാം, ഞാൻ മെഡിസിൻ കൊടുക്കുമ്പോഴേക്കും ടാഗ് നോക്കി അല്ലെങ്കിൽ പ്രൈസ് ടാഗ് നോക്കിയിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചിട്ട് മുഖം ചുളിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകും. വില കൂടും വിശ്വാസം കൂടും. അതെ. അപ്പം ചിലവർക്ക് ഇല്ല, വർക്ക് ആയാൽ മതി, രൂപയിലല്ല. അപ്പം അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പ്രൈസിങ് ഡിഫറൻസ് വെക്കാറുണ്ട്. ഓക്കെ. ഈ പലപ്പോഴും ഈ സെലിബ്സ് ആണ് ഇത് കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പം എല്ലാവരും അത് ചെയ്യണമെന്ന ആഗ്രഹത്തിലോട്ട് മാറുന്നു. മറ്റൊരാണെങ്കിൽ എപ്പോഴും പബ്ലിക് ഫിഗറാണ്, മുഖ്യധാരയിൽ ഉണ്ടാവണം, സ്ക്രീൻ ടൈം കൂടുതലാണ് അവരുടേത്, കാണേണ്ടത് അവരെ. മറ്റുള്ളവരാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള സംഭവം. ശരിക്കും അതിൻ്റെ ഒരു ആവശ്യകത എങ്ങനെ വ്യത്യാസം വരുന്നത് ശരിക്കും?
നമുക്ക് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ വരിക. അവരുടെ സെലിബ്രിറ്റീസ് അവരെ തന്നെ നമ്മൾ കാണുന്ന അറിയാം. അവരെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ അച്ഛനും അമ്മയെ ശ്രദ്ധിക്കുന്നതിനേക്കാളും കൂടുതൽ പലരും സെലിബ്രിറ്റീസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് എന്ത് ചെയ്യുന്നു, നാളെ. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, ഫോളോ ചെയ്തിട്ട് സ്റ്റോറി ഇട്ടില്ല, എന്തോ ചെയ്തുകൊണ്ടിരിക്കും. ഡെയിലി സ്റ്റോറി കണ്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മറ്റേതാണെങ്കിൽ ഡെയിലി കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും ട്രിപ്പ് പോയെന്ന് വിചാരിക്കുക. ഇപ്പൊ അങ്ങനെയല്ല, നമ്മൾ ട്രീറ്റ്മെന്റ് എന്തോ ചെയ്തു. എന്നിട്ട് എനിക്ക് ലിറ്ററലി എൻ്റെ അടുത്ത് പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന സെലിബ്രിറ്റിയെ ഫോളോ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഫാനാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഫാൻ? അപ്പോൾ കുറച്ച് എന്നോട് പറഞ്ഞു ഇത് എങ്ങനെ സ്കിന്ന് നോക്കുന്നു അല്ലെങ്കിൽ ബോഡി ഇങ്ങനെ നിൽക്കുന്നു അതൊക്കെ കാരണമാണ്. അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് റിവ്യൂവിന് വരുന്ന ടൈമിൽ എന്നോട് പറഞ്ഞു, ഡോക്ടർ കുറേ നാളെ ആളുടെ പോസ്റ്റും വീഡിയോ നല്ലൊരു ട്രാൻസിഷൻ ഈ പലപ്പോഴും ഈ മാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ അടുത്ത് കാണുന്ന ഏറ്റവും കൂടുതൽ റീലാണ് ജിം ആക്ച്വലി ഭയങ്കര ഒരു പ്ലാസ്റ്റിക് സർജറിയാണ് എന്ന് പറയുന്ന സംഭവം. നമ്മൾ ശരിക്കും അതിൻ്റെ ലക്ഷ്യങ്ങൾ പലതായിരിക്കാം, വെയിറ്റ് ഗെയിൻ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു പ്ലാൻ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും വർക്കൗട്ടിന്. പക്ഷെ നമ്മുടെ മാറ്റം വരുന്നത് ബോഡിയേക്കാൾ കൂടുതൽ നമ്മുടെ ഫേസിലോട്ട് വരും, അതിൻ്റെ ഗ്ലോ സംഭവിക്കും എന്നുള്ള സംഭവം. എവിടെ ഈ മാജിക് സംഭവിക്കണേ? ഈ അടുത്തിപ്പം കുറച്ച് ട്രെൻഡിങ് ആയിട്ടൊരു സംഭവമാണ് വിദ്യാ ബാലൻ്റെ ഒരു റീൽ, ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞിട്ട് ആളുടെ ഫേസ്. ഈവൻ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം, ചില സമയം എൻ്റെ ഫേസ് ഭയങ്കര പഫിയാണ് ചില റീല്, ചില സമയം എൻ്റെ ഫേസ് ഭയങ്കര കുറച്ചും കൂടെ സ്ലിം ആയിട്ടുള്ള. വേറെ ഒന്നുമല്ല, ഞാൻ കഴിക്കുന്ന ഫുഡ്. ചില സമയം എനിക്ക് നന്നായിട്ട് മധുരമൊക്കെ കഴിക്കാൻ തോന്നും, നന്നായിട്ട് ഞാനിരുന്ന് കഴിക്കും. പിന്നെ എനിക്ക് അയ്യോ ഇത് ഇങ്ങനെയല്ലല്ലോ, നമുക്ക് നമ്മുടെ മെൻ്റൽ പീസ്, എനിക്ക് അപ്പം ഹാപ്പി ആവണമെന്ന് തോന്നി ഞാൻ അത് കഴിച്ചു മിണ്ടാതിരുന്നു. പിന്നെ വരുമ്പോൾ ഞാനത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിൻ്റേതായിട്ടുള്ള ചേഞ്ച് എൻ്റെ ഫേസിൽ കാണിക്കും. സെയിം തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട് എല്ലാം. ജിമ്മിൽ എന്തുകൊണ്ട് ഒരാൾ പോകുന്നു, പല ഇൻഡിക്കേഷനാണ്. ഇപ്പം വണ്ണം ഇല്ലാത്തവർക്ക് വണ്ണം വെക്കുക, ഒന്ന് കറക്റ്റായിട്ട് നിൽക്കുക, ഉള്ളവർക്ക് ഓവറായിട്ടുള്ളവർക്ക് കുറയ്ക്കുക. അപ്പം ഇതിൻ്റേതായിട്ടുള്ളത് നമ്മുടെ ഫുഡിനകത്ത് വരും ചേഞ്ചസ്. പിന്നെ അതിനകത്തുള്ള വർക്കൗട്ട്സ് വരും, എക്സസൈസ്, ഇതൊക്കെ ബേൺ ചെയ്ത് പോവുകയാണ്. അത്രയും ഫാറ്റൊക്കെ പോകുമ്പോഴേക്കും സ്കിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ നന്നായിട്ട് വരികയാണ്, ബോഡി നന്നായിട്ട് വരികയാണ്. അതിൻ്റെ സൈനാണ് ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് സർജറിനെ പോലത്തെ ഒരു ഇത് വരുന്നത്, ട്രാൻസിഷൻ വരുന്നത്. ഞാൻ പല ഇതിനകത്തും പ്രൊസീജിയറിനെ പറ്റി, സ്കിൻ കെയറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ വർക്കൗട്ട്സിനെ പറ്റി എന്താ പറയാത്തത്, വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ട്രൂ, വർക്കൗട്ട് ചെയ്യുമ്പോഴും അതുപോലെ ഉണ്ട്. ഈ പണ്ട് നമ്മൾ പടം ഇറങ്ങിയപ്പോൾ പറഞ്ഞു കേരളത്തിലെ ആമ്പിളർക്ക് എന്തിനാണ് സിക്സ് പാക്ക് എന്ന്, അതിനൊപ്പം ചേർത്ത് പറയുന്ന തുടങ്ങി കേരളത്തിലെ ആമ്പിളർക്ക് എന്തിനാണ് സ്കിൻ കെയർ എന്ന് പറഞ്ഞു തുടങ്ങി. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ കൺസൾട്ട് ചെയ്തത് ആമ്പിളർ കൂടിയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഗേൾസിനൊപ്പം നല്ല, ചിലപ്പോൾ ഗേൾസിനൊക്കെ വിപരീതത്തിൽ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്തു തുടങ്ങി എന്നുള്ള സാധനം. അപ്പോൾ എന്താ കൂടുതൽ വരാറുള്ളത്? കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ വന്നത്, ഒരു മെയിൽ, ഒരു 35 ഒക്കെ വരുമായിരിക്കും, ഏജും പറയുന്നില്ല. മൺഡേ സാലിസിലിക് ആസിഡ്, ട്യൂസ്ഡേ റെറ്റിനോൾ, തേഴ്സ്ഡേ ട്രാനക്സ, ലിറ്ററലി. അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഞാൻ എന്നിട്ട് ചോദിച്ചു ഇതൊക്കെ യൂസ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനിതൊക്കെ യൂസ് ചെയ്യും, മീ ടൈം. ആണാണ്, ഞാൻ അങ്ങനെ താഴ്ത്തിക്കെട്ടി അങ്ങനെ പറയുന്നത്. പക്ഷെ ആണുങ്ങളും കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, പെണ്ണുങ്ങൾക്ക് മാത്രമാണോ അങ്ങനെയൊന്നും ഇല്ല. ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ആണുങ്ങളാണ്.